നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. ഇലക്ഷൻ നടക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ നമുക്ക് നിലമ്പൂരിലെ ജനങ്ങളോട് തന്നെ എന്താണ് നിലമ്പൂരിലെ ഒരു ഗ്രൗണ്ട് റിപ്പോർട്ട്, ഗ്രൗണ്ട് റിയാലിറ്റി, മറ്റു മാധ്യമങ്ങൾ ഏകപക്ഷീയമായും ഓരോരോ ആളുകളെ മുൻനിർത്തിയും സംപ്രേഷണം ചെയ്യുന്നത് പോലെയല്ല, ആർക്കാണ് ഗ്രൗണ്ട് ലെവലിൽ സപ്പോർട്ട് കൂടുതൽ എന്നുള്ള ഒരു പരിശോധനയ്ക്കാണ് നമ്മൾ നിലമ്പൂർ എത്തിയിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്തിനാണോ, എം സ്വരാജിനാണോ, പി.വി. അൻവറിനാണോ, സാധാരണക്കാരായ ജനങ്ങൾക്കിടയിൽ ജനസമ്മതി എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂർ ഇത്രത്തോളം വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുമ്പോൾ ആ ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. ഓരോരുത്തരും വളരെ ശക്തരാണ്. പി.വി. അൻവർ തുടർച്ചയായി നിലമ്പൂർ ജയിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഈ ഇലക്ഷൻ എത്രത്തോളം നിർണായകമാണെന്നുള്ള ചോദ്യവും, അതുപോലെ തന്നെ ആര്യാടൻ ഷൗക്കത്തിൻ്റെ കടന്നുവരവ് ഒരു വലിയ തരംഗം തന്നെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എം സ്വരാജ് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ നിലമ്പൂർ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ജനങ്ങളുടെ പൾസ് അറിഞ്ഞ സ്ഥാനാർത്ഥി, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സ്ഥാനാർത്ഥി ആരാണ് നിലമ്പൂർ വിജയിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ചോദിച്ചറിയാം. ആരാണ് നിങ്ങളുടെ മനസ്സിലെ വിജയി എന്നുള്ളതാണ് ചോദ്യം. നിലമ്പൂരിൽ ആര് ജയിക്കും നമുക്ക് പരിശോധിക്കാം. നമസ്കാരം. നമസ്കാരം. എങ്ങനെയുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട്? എങ്ങനെയുണ്ട്? അടുത്തുകൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ്. എങ്ങനെയുണ്ട് ചൂട്? നല്ല ചൂടാ. കാരണം എന്ന് വെച്ചാൽ രണ്ട് പാർട്ടിക്കാരും പൊരുതിയും കൊണ്ടിരിക്കുകയാണ്. ബി ജെ പിക്കുള്ള സാധനം നമ്മൾ കരുതുന്നില്ല, എന്നാലും ബി ജെ പിയും കുറച്ച് വോട്ട് പിടിക്കും, സ്വരാജും കുറച്ച് വോട്ട് പിടിക്കും. പക്ഷെ ഇവിടെ കഴിച്ചിലാവുന്നത് ആരുടെ ഷോക്കത്താണ്. കഴിച്ചിലാണ്. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ പി.വി. അൻവറിന്റെ പേര് പറയാത്തത്? അദ്ദേഹം അങ്ങനെ തന്നെ പറയാലോ. അദ്ദേഹം അൻവർക്കയുടെ പേര് പറഞ്ഞപ്പോ തന്നെ ഒരു കാറ്റ് വന്ന് ആ സംഭവിച്ചാണ്ടോ, അത് കീറിപ്പോയി, ആ പോസ്റ്റർ കീറിപ്പോയി. ഇതെന്താ സംഭവം? നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇതല്ലേ. അൻവർക്കയുടെ പേരെന്തുകൊണ്ട് പറഞ്ഞില്ല എന്ന് ഞാൻ ചോദിച്ചപ്പോ തന്നെ ആ പോസ്റ്റർ ഒരു കാറ്റ് വന്ന്, ശക്തമായ കാറ്റ് വന്നിട്ട് ആ പോസ്റ്റർ കീറിപ്പോയി. ഇതെന്താ അവസ്ഥയാണിത്? ഇത് അവസ്ഥ എന്ന് വെച്ചാൽ മുകളിലൊരുത്തരുണ്ട്, അയാൾ തീരുമാനിക്കും കാര്യങ്ങളൊക്കെ. കാരണം അയാൾ അത്രയും നാരെ കളി നിലമ്പൂർ മുനിസിപ്പാലിറ്റി കളിച്ചു പോയി. നല്ലൊരു സഖാവാണ് ഞങ്ങൾ കണക്കൂട്ടിയിരുന്നത്. എപ്പോഴും വിളിച്ചാൽ വെളിപ്പുറത്തുണ്ടെന്നുള്ള ഒരു കണക്കുകളുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇന്ന് ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാനുള്ളത് ഞങ്ങൾ ആരുടെ ഷൗക്കത്താണ്. അപ്പോൾ അൻവർക്കിനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആൾക്കാരാണല്ലേ ഇപ്പൊ ഇങ്ങനെ ഒരു തള്ളിപ്പറയുന്ന ലെവലിലേക്ക് എത്തിയത്? തള്ളിപ്പറയുന്ന മൂപ്പര് ഉണ്ടാക്കിയ ലെവലാണത്. അതെന്താ അദ്ദേഹം ചെയ്തു എന്നാണ് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത്? എന്താണ് അദ്ദേഹം എന്ത് ചെയ്തു എന്നാ പറയുന്നത്? അയാളെ ഞങ്ങൾക്ക് വിളിച്ച കിട്ടുന്നില്ല. ജനങ്ങളെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ജനങ്ങളെ പ്രശ്നങ്ങൾ എന്താണ്, ജനങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയണം. ജനങ്ങൾ നമ്മളിവരൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചുകൊണ്ടിരുന്നില്ല, നമ്മളെ സംരക്ഷിക്കാനാണ്. ആണോ? നമ്മളെ എപ്പോഴെങ്കിലും ചെന്നൊരു കാര്യം പറയുമ്പോൾ, നമ്മൾ വേണ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമ്മളെ സഹായിക്കാനുള്ളത് നേതാക്കന്മാരാണ്. ഇയാളെ കണി കാണുന്നില്ല. ഇയാൾ പാരീസ്, ലണ്ടന് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഷൗക്കത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ മണയൊക്കെ കല്യാണം ഞങ്ങൾ പിന്നെ മുത്താണ്. ഞങ്ങളെ മുത്തരിയാണ്. ഇപ്പൊ ഞങ്ങളോട് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു ഇത് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സാമ്പിൾ വെടിക്കെട്ടാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് സെമി ഫൈനലാണ് എന്നാണ്. എന്താണ് സന്ദീപേട്ടന് പറയാനുള്ളത്? നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച ഒരു ആശങ്കയും ഞങ്ങൾക്കില്ല. ഇവിടെ UDFന്റെ അത്യുജ്വലമായിട്ടുള്ള വിജയം ഉണ്ടാകും. പാലക്കാട് 2.0 ആണ്. പാലക്കാടിനേതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി UDFന്റെ സ്ഥാനാർത്ഥി പ്രിയങ്കരനായ ആര്യാടൻ ഷൗക്കത്ത് ഇവിടുന്ന് വിജയിക്കാൻ പോവാണ്. ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണ്. എഴുത്തുകാരനാണ്, ചിന്തകനാണ്, പ്രഭാഷകനാണ്, ഒപ്പം പൊതുപ്രവർത്തകനാണ്. കേരളത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദം നിലമ്പൂരിന് വേണ്ടി നിയമസഭയിൽ മുഴങ്ങും. ആ കാര്യത്തിൽ ഞങ്ങൾക്കൊരു സംശയവുമില്ല. വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനവുമായിട്ട് UDF മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഫലം എന്തായാലും ലഭിക്കും. ഇപ്പോൾ സന്ദീപ് വാര്യർ എന്നുള്ളൊരു കോൺഗ്രസ്സുകാരൻ എന്ന് തന്നെ പറയാം, കോൺഗ്രസ് പാർട്ടിയിലേക്ക് ചേർന്നത് മുതൽ
വളരെ ഒരു ലക്കി ചാമായിട്ട് തോന്നിയിട്ടുണ്ട്. അത് പറയാൻ കാരണം ഇപ്പോൾ പാലക്കാട് അതിന് ഉദാഹരണമാണ്. അത് ഇറങ്ങിക്കളിച്ച സന്ദീപ് വാര്യർ വന്ന ഒരു രംഗത്ത് വിജയം കൈവരിക്കാതെ പോയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ നിലമ്പൂർ മണ്ണിലെത്തിയിരിക്കുകയാണ്. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ആ ഒരു വിജയ ഫാക്ടർ ഇപ്പോൾ എത്രത്തോളം ഉണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്? ഇതിന് 2 ചായ കൊടുക്കും ഇവിടെ. എന്നെ നന്നായി പൊക്കി പറഞ്ഞിട്ടുണ്ട്. അല്ല ബാക്കി പറഞ്ഞില്ല, നമ്മൾ കണ്ടതാ. അല്ല പിന്നെ UDF പ്രവർത്തകരെ അത്യുത്വാനം, ഇവിടുത്തെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന UDFന്റെ സംഘടനാ ശേഷി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടുത്തെ DCC പ്രസിഡന്റ് ജോയ് ഉൾപ്പെടെയുള്ള ബഹുമാനപ്പെട്ട PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ലീഗിന്റെ നേതൃത്വം, അതുപോലെ തന്നെ പാണക്കാട് സാദിഖ് അലി തങ്ങളുടെ ആ ശീർഷമായിട്ടുള്ള നേതൃത്വം, ഇതൊക്കെ തീർച്ചയായിട്ടും UDFനെ ഇവിടെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതൊക്കെയാണ് UDFന്റെ വിജയ രഹസ്യം. അല്ലാതെ സന്ദീപ് വാര്യർ അതിലൊരു ഘടകമേ അല്ല. എങ്ങനെയുണ്ട് ഇവിടുത്തെ ട്രെൻഡ്? എങ്ങനെയുണ്ട് ട്രെൻഡ്? ഇപ്പോൾ 2 ദിവസത്തിനുള്ളിലൊന്നും മറിഞ്ഞിക്കണേ. അതായത് ഇന്നലെ അൻവറിന്റെ ഒരു റാലി നടത്തും ഇവിടെ. കണ്ടമാനം ജനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കണ്ടമാനം ജനങ്ങളുണ്ടായി. അത് ഇന്ന് നമുക്ക് കിട്ടിയ പ്രതികരണം വെച്ചാൽ, ഇന്നലെ ഞാൻ ആ റാലി കണ്ടപ്പോൾ അൻവർ ഒരു 10-15,000 അല്ലെങ്കിൽ നല്ലൊരു 25,000 വരെ വോട്ട് കിട്ടുന്നു. പിന്നെ നമ്മൾ പല സുഹൃത്തുക്കളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ അതൊക്കെ പുറത്തുനിന്ന് കൊടുക്കുന്ന ആളാണെന്നില്ല, പുറത്തുനിന്ന് കൊണ്ടുവന്ന ആളാണെന്നോ? ഞാൻ ഒരു തിരുവാലിക്കാരനെ പരിചയപ്പെട്ടു, പിന്നെ ഒതാരി മൂപ്പര നാട്ടിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അയാൾ ആളല്ല. അപ്പോൾ അത് വോട്ട് ബാങ്ക് ആവൂല. നെൽപൂരുകാർ വോട്ട് ചെയ്യേണ്ടത്. അല്ല, തിരുവല്ലേന്നൊക്കെ ആളിറക്കാൻ കാരണം എന്താ? കാരണം അങ്ങനെ അടുത്ത് പൈസ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു റാലി ഇപ്പോൾ മറ്റു പാർട്ടികൾ നടത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു ഇത് കൊണ്ടായിരിക്കണം തോന്നണേ. നല്ലൊരു റാലി എന്ന് പറഞ്ഞാൽ അടിപൊളി റാലിയാണ്. ഇന്നലെ പ്രിയങ്ക ഉണ്ടായിരുന്നു, പിണറായി വിജയൻ ഇവിടെ ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഇന്നലെ ഞായറാഴ്ച നല്ലൊരു ഇതിലാണ് ഇവർ നടത്തിയ നല്ല വിജയമായിരുന്നു. പിന്നെ ക്രിക്കറ്റ് താരങ്ങളൊക്കെ സംബന്ധിച്ച് ചോദിച്ചാൽ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് നല്ലോണം, യൂസഫ് പത്താനൊക്കെ നല്ലൊരു പ്ലെയറാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്ന് കേട്ടത് അതിനിപ്പോൾ മറ്റു പാർട്ടിക്കാർ പറയുമെന്നറിയില്ല, അത് പുറത്തുനിന്ന് ആളെ ഇറക്കിക്കൊണ്ടില്ല റാലിയാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ വോട്ട് ബാങ്ക് പറയപ്പെടുന്നുണ്ട്. സത്യമല്ല, തെളിഞ്ഞിട്ടില്ല. അത് തെളിയണമെങ്കിൽ 19-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിൽ അൻവർ ഒരു 20,000 വോട്ടിൻ്റെ അടുത്ത് നേടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞത് നുണയായിരിക്കും. ഈ നിലമ്പൂരുകാരെ സംബന്ധിച്ചിടത്തോളം അൻവർ ശരിക്കും പറഞ്ഞാൽ ഒരു അന്യനല്ല. കാരണം അദ്ദേഹമാണ് ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് MLA ആയ ഒരു വ്യക്തി. പക്ഷെ ആ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ശത്രുത ഇവിടെ പടരാൻ കാരണം എന്തായിരിക്കും? കാരണം എന്ന് പറഞ്ഞാൽ അയാൾ ഈ കക്കടംപൊയിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഏരിയ ആയിരുന്നു. അത് വെച്ചാൽ അവിടെ ഒരു നല്ലൊരു ടൂറിസ്റ്റുകൾ കംപ്ലീറ്റ് കണ്ടുവന്ന സമയമായിരുന്നു. അയാൾ ഈ MLA ആയപ്പോഴും ആ സമയത്ത് അങ്ങേര് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവിടെ. പക്ഷേ അതിൽ എന്താണ് അതിൻ്റെ പൊളിറ്റിക്കൽ നമുക്കറിയില്ല. ചിലർ പറയുന്നത് ആര്യാടൻ ഷൗക്കത്താണ് അത് പൊട്ടിച്ച് പറയുന്നത്, ET മുഹമ്മദ് ബഷീറ പൊട്ടിച്ചെന്ന് പറയുന്നുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടി അതിനെ സപ്പോർട്ട് ചെയ്തില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അങ്ങേർക്ക് അവിടുത്തെ ആ ഒരു സ്റ്റെപ്പ് ചെയ്ത് പുതിയ പാർക്കും അവിടെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു വിദ്വേഷങ്ങൾ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. പാർട്ടി മാറിയത് വിഷയമായിട്ടുണ്ടോ? പാർട്ടി മാറിയതിൻ്റെ പ്രധാന കാരണം അയാളൊരു ഭയങ്കര ബിസിനസ്സുകാരനാണ്, നല്ല പൈസ ഉള്ള ആളാണ്, ഒക്കെയാണ്. പക്ഷേ നാടിനെ സംബന്ധിച്ച് അയാൾ നല്ല മനുഷ്യനാണ്. വികസനത്തിൻ്റെ കാര്യത്തിലും എല്ലായിലും അയാൾ ആരെടുത്തും അവിടെ നമ്മൾ കീർത്തിപ്പടിയിലാണ് അയാൾ ഓഫീസിൽ നേരിട്ട് ചെന്ന് എല്ലാം നമ്മൾ സംസാരിച്ചാലും നമുക്ക് വേണ്ടതൊക്കെ ചെയ്യുന്ന നല്ലൊരു വ്യക്തിയാണ്. അയാൾ ജയിച്ച് വരുന്നത് നല്ല കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ മത്സരത്തിൽ അയാൾ ജയിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഇവിടെ ആർക്കാണ് സാധ്യത? നിങ്ങളുടെ വോട്ട് ആർക്കായിരിക്കും പോവുക? ഷൗക്കത്തിന് കൊടുക്കണം എന്നാണ് വിചാരിക്കണേ. എന്താണ് ഇത്രയും പെട്ടെന്ന് അൻവർ ഒരു ഓപ്പണായിട്ട് ചോദിച്ചാൽ ഒരു വെറുക്കപ്പെട്ടവൻ പോലെ ആയത്? എല്ലാവരും എന്താണ് ഇപ്പോൾ ഷൗക്കത്തിനെ പറയുമ്പോഴും അൻവറിനെ മാറ്റി നിർത്തുന്നത് എന്തുകൊണ്ടാണ്? വർക്ക് പെട്ടിട്ടില്ല. ഞങ്ങൾ എന്താ ചോദിച്ചാൽ ഭരണം മാറി മാറി വരണം, അപ്പോഴേ നാടിന് വികസനം ഉണ്ടാവുള്ളൂ. അതാണ് നമ്മൾ പോയിന്റ്. അല്ലാതെ അൻവറിനെ വെറുക്കപ്പെട്ടുകൊണ്ടല്ല. ഈ പാർട്ടി സത്യല്ലേ? അൻവർ കാര്യങ്ങളൊക്കെ സത്യമാണല്ലോ. ഈ പാർട്ടി മാറിയത് അദ്ദേഹത്തിന് ഒരു കോട്ടമായിട്ടുണ്ടോ? പാർട്ടി അത് ഉറപ്പല്ലേ. 2 വലിയ മുന്നണിന്റെ ഇടയിൽ ഒരാൾ ഒറ്റക്ക് മാറിയാൻ കഴിയില്ലല്ലോ. അൻവറിനെ ഒറ്റപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾ നിലമ്പൂരുകാരെങ്കിലും കൂടെ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ? നിലമ്പൂര് കുറഞ്ഞ ആളുകളുണ്ടാവും, കുറച്ച് നിൽക്കുന്നവരാണ് അൻവർ. അതെ, ബാക്കിലുള്ള ആൾക്കാർ അൻവറിനൊപ്പം തന്നെ ഉണ്ടാവും, ആരും പിന്മാറില്ല. നമ്മളങ്ങനെ പാർട്ടിയിൽ അങ്ങനെ അഡിക്റ്റ് അല്ല, നിഷ്പക്ഷമായിക്കാണ് നിൽക്കണ ഭൂരിപക്ഷം അതൊക്കെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്രാവശ്യം ആര്യാടൻ ഷൗക്കത്തിന്റെ ഒരു പ്രഭാവം ഭയങ്കരമാണല്ലേ? സംഭവമാണ് തീർച്ചയായും. ഒന്നാമത് അദ്ദേഹത്തിന്റെ പാരമ്പര്യം, അദ്ദേഹത്തിന് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്, അദ്ദേഹത്തിന്റെ നാടാണിത് എന്നുള്ള രീതിയിൽ. ആള് എല്ലാ ടൈമിലും ഇവിടെ ലൈവാണ്. ആള് ലൈവാണ്.
എന്നോട് ഒരു ചേട്ടൻ പറഞ്ഞു ബാക്കി രണ്ടുപേരെ എവിടെ പോയിട്ട് അന്വേഷിക്കണമെന്ന് അറിയില്ല, പക്ഷേ ആര്യാടൻ ഷൗക്കത്താണെങ്കിൽ എന്തൊരു ആവശ്യം വന്നാൽ നേരെ പോയി പറയാനുള്ള ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അത് സത്യമാണോ? സത്യമാണ്. എല്ലാവർക്കും നമ്മളിൽ എല്ലാവർക്കും അനുഭവമാണ് അത് ആ കാര്യങ്ങൾ. കോൺഫിഡൻസ് പറഞ്ഞാൽ 3 പേർക്കും ഉണ്ടാകും കോൺഫിഡൻസ്. അവിടെ ജയിക്കുന്നില്ല, അതാണ് ഇത്ര ടൈറ്റ് ആണല്ലോ. അതെ, 3 പേർക്കും ഉണ്ടാകും കോൺഫിഡൻസ്. നാലാമതൊരാളുണ്ട് നമ്മൾ ഈ കൂട്ടുണ്ടാ. പിന്നെ അൻവർക്കടെ ഒരു റാലി ഇവിടെ കഴിഞ്ഞ ദിവസം നടന്നായിരുന്നു പറഞ്ഞു, ഭയങ്കര ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് സൂചിപ്പിക്കുന്നത് എന്താണ്? അത് ആളുകൾ വന്നൊക്കെ കുറെ പുറത്തുനിന്നാവും, പുറത്തുനിന്നോ? പുറത്തുനിന്നാവാൻ ചാൻസ് ഉണ്ട്. ബാക്കിൽ ആളുകളുണ്ട്, ആവാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്തായാലും ആര്യാടൻ ഷൗക്കത്തിനാണ് ഇപ്പോഴൊരു സാധ്യത കൂടുതലല്ലേ? അതെ തീർച്ചയായും. യഥാർത്ഥത്തിൽ എന്താണ് നിലമ്പൂരിലെ ചിത്രം? ആര് ജയിക്കും എന്നാ തോന്നുന്നത്? നിലമ്പൂര് അടിസ്ഥാനപരമായിട്ട് ഒരു UDF മണ്ഡലമാണ്. അതെ, ഒരു UDF മണ്ഡലമാണ്. അപ്പം അതിൻ്റെതായ എല്ലാ അഡ്വാൻറ്റേജും UDFനുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 പ്രാവശ്യമായിട്ട് ഇവിടെ ഒരു LDF ഒരു പൊതു സ്വതന്ത്രം നിർത്തിയിട്ടുള്ള പരീക്ഷണമാണ്. പക്ഷേ ആ പൊതു സ്വതന്ത്രം തന്നെ LDFൽ നടക്കുന്ന എല്ലാതരം അഴിമതികളും എല്ലാതരം സ്വജനപക്ഷപാതവും എല്ലാതരം മോശം കാര്യങ്ങളും പുറത്ത് പറഞ്ഞുകൊണ്ട് LDFന് പുറത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചതുകൊണ്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ്. അത് കാരണം UDFന് ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കണം. അവർ മണ്ഡലം എന്നുള്ള നിലക്കും അതുപോലെ തന്നെ അവർ ഇതുവരെ ജയിച്ചു വിട്ട ഒരു MLA ആ പാളയം വിട്ട് മറ്റൊരു പാളയത്തിൽ ഇപ്പം അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയോട് ചെയ്യുമ്പോൾ വോട്ടുകൾ വിഭജിക്കുകയും UDF നല്ല ഭൂരിപക്ഷത്തിൽ, അതായത് ഇതുവരെ ആര്യാടൻ മുഹമ്മദ് ബഷീർ നേടിയതിനേക്കാളും വലിയ ഭൂരിപക്ഷത്തിൽ ബാപ്പുട്ടിക്ക ജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാം 23-ന്. അതിനു മുമ്പുള്ള എല്ലാ കാഴ്ചകളും വെറും അവർ നടത്തുന്ന എല്ലാ ഷോകളായിട്ട് അവസാനിക്കുന്നതായിരിക്കും. അതെ, നമ്മൾ പാലക്കാട് കണ്ടതുപോലെയും അതുപോലെ തന്നെ പുതുപ്പള്ളി കണ്ടപോലെയും തൃക്കാക്കര കണ്ടതുപോലെ ഇരിക്കും, അതിലും മികച്ച വിജയം നേടും. മറ്റൊരു സുപ്രധാനമായ കാര്യം PV അൻവറിന്റെ ഇപ്പോഴുള്ള കോൺഫിഡൻസ് ആണ്. അത് അദ്ദേഹം ഇപ്പൊ രാജിവെച്ചതിന്റെ പേരിലാണ് ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് ഇവിടെ സംഭവിക്കുമ്പോഴും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങളെ വിശ്വസിച്ചാണ് രാജിവെച്ചതെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇപ്പൊ പറയുന്നത് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വീണ്ടും അദ്ദേഹം വിജയിക്കുമെന്ന്. പക്ഷെ അപ്പോഴും ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ള ശക്തനായ സ്ഥാനാർത്ഥിയെ കുറിച്ച് സാധാരണക്കാരായ ജനങ്ങൾ പറയുന്നത് ആ വീടിന്റെ വാതിലുകൾ അടയാറില്ല എന്നൊരു വാക്കാണ് നമ്മൾ കേട്ടത്. അതെന്നും ആ വീടിന്റെ വാതിലുകൾ അടയാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത്രത്തോളം ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം ജനങ്ങൾ ഷൗക്കത്തിനോട് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കും ജനങ്ങൾ വിശ്വസിക്കേണ്ടത്? അതായത് ആര്യാടൻ ഷൗക്കത്തിന്റെ ജനസ്വീകാര്യത കാണണമെങ്കിൽ നിങ്ങൾ ഇതിന് തൊട്ടടുത്തുള്ള ആര്യാടൻ വീടിന്റെ മുന്നിൽ പോയാൽ മതി. ഏത് സമയത്തും ഒരിക്കലും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞത് തന്നെ ഈ വീട് അടഞ്ഞു കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ വോട്ട് തരേണ്ടതാണ്. നിങ്ങൾ എപ്പോൾ ചെന്ന് നോക്കിയാലും അവിടെ ഏത് സമയത്തും ആൾക്കാരുണ്ട്. PV അൻവർ എന്ന് പറയുന്ന ഈ മണ്ഡലക്കാരനല്ല, അദ്ദേഹം ഏറനാട് മണ്ഡലക്കാരനാണ്. പക്ഷേ അദ്ദേഹം 2 വട്ടം MLA ആയതുകൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ മണ്ഡലത്തിലുടനീളം ഒരു ചെറിയ പരിചയം ഉണ്ടാവും. അതിനപ്പുറത്തേക്ക് വലിയൊരു വോട്ട് അദ്ദേഹത്തിന് നേടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ആര്യാടൻ ഷൗക്കത്തിന് ഈ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെതായ വോട്ടുകളും, അദ്ദേഹം നിലമ്പൂർ പഞ്ചായത്തിൻ്റെയും പിന്നീട് നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെയും ചെയർമാനായി പ്രവർത്തിച്ചതാണ്. മാത്രമല്ല അദ്ദേഹം ഈ നാട്ടിൽ അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയ ഒരു ലെഗസി ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇവിടെ UDFനുള്ള ഒരു വോട്ടുണ്ട്. ആ വോട്ട് മാത്രം മതി ആര്യാടൻ ഷൗക്കത്തിന് വലിയ വിജയം നേടാൻ. അൻവർ ഒരിക്കലും ഒരു ഫാക്ടറായി വരില്ല. എന്നാലും അൻവർ 2 വട്ടം MLA ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു ചെറിയ പെർസെൻറ്റേജ് വോട്ട് അൻവറിന് കിട്ടിയേക്കാം, അത്രേ ഉള്ളൂ. അതും പോകുന്നത് ഇടതുപക്ഷത്തിന്റെ പാളയത്തിൽ നിന്നായിരിക്കും. ഈ പാർട്ടി വോട്ടുകളായിരിക്കില്ല മിക്കവാറും അൻവറിന് കിട്ടാൻ പോകുന്നത്. എന്താണ് നിഷ്പക്ഷമായുള്ള ജനങ്ങളുടെ വോട്ടുകളായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ കാര്യത്തിൽ പാർട്ടി വോട്ടുകളും അതുപോലെ തന്നെ പിണറായി വിജയനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരവുമായിരിക്കും അലയടിക്കുന്നത്, അതോ ഈ നിഷ്പക്ഷമായ വോട്ടുകളും? അതൊരു തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന ഏറ്റവും നിർണായകം നിഷ്പക്ഷമായ വോട്ടുകളാണ്. ഒരു പാർട്ടിയിലും പെടാത്ത ആളുകളുടെ ഒരു സാധാരണക്കാരുടെ വോട്ട് അത് ആർക്കൊപ്പം ഉണ്ടാവും. അതെ, നിഷ്പക്ഷ വോട്ടുകൾ എന്ന് പറയുന്നത് എന്താണ്? ഭരണം നോക്കി അത് എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്ന് നോക്കിയിട്ട് ചെയ്യുന്ന വോട്ടുകളാണ്. അതൊരു കാരണവശാലും അൻവറിന് പോകില്ല. കാരണം ഭരണവിരുദ്ധ വികാരം കൃത്യമായിട്ട് പോൾ ചെയ്യപ്പെട്ടാൽ UDFനാണ് പോൾ ചെയ്യപ്പെടേണ്ടതെന്നും UDFന് പോൾ ചെയ്യപ്പെട്ടാൽ മാത്രമേ ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമെന്നും ജനങ്ങൾക്കറിയാം. അപ്പോൾ അൻവറിന് വോട്ട് കൊടുത്തത് കൊണ്ട് യാതൊരു കാര്യമില്ല. അൻവർ ഏത് ഭാഗത്തെയാണോ പ്രതിനിധീകരിച്ചത് ആ ഭാഗത്തിന്റെ എല്ലാ മോശങ്ങളും ഭരണവിരുദ്ധ വികാരവും ഒക്കെ UDFനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരാൻ പോകുന്നത്. അൻവർ ഉന്നയിച്ച കാര്യങ്ങൾ പോലും ഫലത്തിൽ അനുകൂലമായി വരുന്നത് ഷൗക്കത്തിനാണ്. അപ്പോൾ UDF എന്നുള്ളൊരു ചിഹ്നത്തിൽ മത്സരിക്കുന്നതുകൊണ്ട് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്ത് എന്ന ഒരു വ്യക്തിയുടെ പ്രഭാവം കൂടി നിലമ്പൂർ അലയടിക്കും എന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും ആര്യാടൻ ഷൗക്കത്ത് എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ നാട്ടുകാർക്ക് അയാൾ ബാപ്പുട്ടിയാണ്. അപ്പോൾ ബാപ്പുട്ടി ജയിക്കുന്നതാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ അതിലൊരു സംശയം വേണ്ട. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. ഗസ് എത്രയായിരിക്കും? എന്തായാലും നമ്മൾ പാലക്കാടൊക്കെ പറഞ്ഞതുപോലെ തന്നെ 5 ഭൂരിപക്ഷം ഉണ്ടാവേണ്ടതാണ് UDFന്റെ വോട്ട് വെച്ചിട്ട്. പിന്നെ അൻവർ വലിയൊരു ഫാക്ടറായി വന്നാൽ മാത്രമേ അതിൽ നിന്ന് ചെറിയ
ഒരു ഡിക്ലൈൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. എന്തായാലും 10,000 വോട്ടിന് മുകളിൽ. ഇപ്പൊ കുറച്ചു നേരം മുമ്പ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഞങ്ങൾ ചോദിച്ചു ഇത് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ഒരു സാമ്പിൾ വെടിക്കിട്ടാണെന്ന് വെച്ചപ്പോൾ ഇത് സെമി ഫൈനലാണെന്നാണ് പറഞ്ഞത്. അത് എത്രത്തോളം അർത്ഥമുള്ള വാക്കുകളാണ്? ഇത് സെമി ഫൈനൽ തന്നെയാണ്. കാരണം നമുക്ക് ഫൈനലായിട്ടൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാനുണ്ട്. അപ്പോൾ സെമി ഫൈനലിൽ ജയിച്ചവരാണ് ഫൈനലിലെത്തുക, ഫൈനലിൽ ജയിച്ചവരാണ് കപ്പടിക്കുക. അപ്പോൾ UDF കപ്പടിക്കാനുള്ള സെമി ഫൈനലാണിത്. തീർച്ചയായിട്ടും. സംശയമില്ല. ഒരു സംശയമില്ല. നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾക്ക് ബാപ്പുട്ടി. ബാപ്പുട്ടിക്ക് തന്നെ ജയിക്കും. 100%. ആ ബാപ്പുട്ടിക്ക് എന്നുള്ള വിളിയിൽ തന്നെ ഉണ്ടാവും സ്നേഹം. ബാപ്പുട്ടി എന്റെ കയ്യിൽ രോമാണ് ഞങ്ങളിത് ആര്യാടന്റെ മണ്ണ, മലപ്പുറം എന്ന് പറയുന്നത് രോമാഞ്ചം അങ്ങനെ പാടാകുന്നല്ലേ? ആര്യാടന്റെ മണ്ണ. അത് ഈ മലപ്പുറത്ത് മണ്ണ് പറഞ്ഞ ആര്യാടൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിന്റെ മണ്ണ. ഈ തറവാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാപ്പുട്ടിക്കാട് വീട് എന്ന് പറയുന്നത് ഏതൊരാൾക്കും ഈ വടപുറം പാലത്തിന്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് മറ്റൊന്നുമില്ല. തുറന്നിട്ടെടുത്ത് ഏത് പാതിരാത്രിയിലും കിടന്നു വരാൻ പറ്റും. ഏത് പാതിരാത്രിയിലും മുട്ടി വിളിക്കേണ്ട ആവശ്യം പോലുമില്ല. ഈ അസംബ്ലിയിൽ ഈ പറയുന്ന 263 ബൂത്തിലും നിങ്ങൾ മുഴുവൻ ബൂത്തിലും നിങ്ങൾ പോയി നോക്കുക, ഒരാൾ പോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയില്ല. അവർക്ക് ബാപ്പുട്ടിയാണ്, അവർക്ക് ബാപ്പുട്ടിയാണ്. ആ ബാപ്പുട്ടിക്ക് ഇവിടെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പിന്നെ ബാപ്പുട്ടി ഇവിടെ ജയിച്ച ഇവിടെ തന്നെ ഉണ്ട്. അല്ലാതെ മരടിൽ ഫ്ലാറ്റ് എടുത്തിട്ടോ തൃപ്പൂണിത്തുറയിൽ ഫ്ലാറ്റ് എടുത്തിട്ടോ ഒന്നും പോകേണ്ട ഗതികേടൊന്നും ഇവിടെ ആർക്കുമില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങളിത് ആര്യാടൻ്റെ മക്കളാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പറഞ്ഞാൽ ഞങ്ങളെ കുഞ്ഞാക്കിയാണ്. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞാൽ നിങ്ങൾക്കാണ്, മീഡിയാസിനും ബാക്കിയുള്ളവർക്കും. ഞങ്ങളുടെ കുഞ്ഞാക്കിയാണ്. ഞങ്ങൾക്ക് എന്താ ശിവരാജേട്ടാ, അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞാക്കിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പുട്ടിയാണ്. ഇവിടെ നിങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങൾ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറയുമ്പോൾ, ഇവിടെ നിലമ്പൂരിൽ ഇവിടെ പല പ്രശ്നങ്ങളും നടന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കെടുതി ഉണ്ടായി, പ്രളയം ഉണ്ടായി, ഒരുപാട് ജീവനുകൾ പോയി, ഒരുപാട് ആളുകളുടെ വീടും ഇതെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എവിടെയെങ്കിലും മറ്റൊരു സാധനമാണ് ഇപ്പോൾ സ്വരാജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നിലമ്പൂക്കാരാണ്, പോത്തും എല്ലാ ആളാണെങ്കിൽ നിങ്ങൾ വീടൊക്കെ ഇവിടെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു മനുഷ്യന് ഒരു തരി മണ്ണ് കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തന്നിട്ട് കാണാൻ പറ്റുമോ? അദ്ദേഹത്തിനോട് വീടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. വീട് അദ്ദേഹം പോത്തുകല്ല് സ്വദേശിയാണ്, ഞങ്ങളല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ അവിടെയാണ് പറയുന്നത്, ഇവിടെ ബാപ്പുട്ടിയാണ് എല്ലാവർക്കും. അവിടെ പ്രളയത്തിൽ സർവ്വതം നശിച്ച മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചത് ബാപ്പുട്ടിയാണ്. ഇവിടെ ആദിവാസി ഊരുകളിൽ പോയാൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ചേർത്ത് പിടിക്കുന്നത് ഇവിടെ ബാപ്പുട്ടിയാണ്. ആ ബാപ്പുട്ടീനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾക്ക് ബാപ്പുട്ടിയാക്കാം. ദാറ്റ്സ് എനഫ്. ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, PV അൻവർ എന്നുള്ളൊരു ഘടകം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ PV അൻവർ ഇപ്പോൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, ഭൂരിപക്ഷം വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഘടകം ഒരു വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ടോ ഒരു നിലമ്പൂരുകാരെന്നുള്ള നിലയിൽ? എന്താ തോന്നുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, 2021 തെരഞ്ഞെടുപ്പ് നിങ്ങളെല്ലാവരും നോക്കിയില്ലേ? കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു രണ്ടാം പിണറായി സർക്കാരിൽ നിന്ന് നിങ്ങളെല്ലാം വിലയിരുത്തി. ഞാൻ ചോദിക്കട്ടെ, PV അൻവർ 2021 മത്സരിച്ച് ഞങ്ങളുടെ പ്രകാശേട്ടൻ അദ്ദേഹം മരിച്ചുപോയി. പ്രകാശേട്ടനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് 1000 ചില്ലാൻ വോട്ടിനാണ്, 2000 വോട്ടിന്. അന്ന് മല പോലെ കൊടുങ്കാറ്റായി വീശി അടിച്ചു എന്ന് പറയുന്ന ഇതേ PV അൻവർ അന്ന് ജയിച്ചത് വെറും ചില്ലാൻ വോട്ടുകൾക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ ഇവിടുത്തെ ആളുകൾ കൊടുക്കുന്നതാണ്. PV അൻവർ അങ്ങനെ, PV അൻവർ ഇങ്ങനെ, അതൊക്കെ ഒരു കാര്യമില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിലവിലെ MLA, നിലമ്പൂരിലെ MLA മരണപ്പെട്ടിട്ടല്ല ഇത്തരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നത്, ആണോ ശിവരാജേട്ടാ? അല്ല. ഇവിടുത്തെ ഒരു MLA വിദേശത്ത് പോയതിൻ്റെ പേരിലല്ല ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നത്, ആണോ? അല്ല. ഇവിടുത്തെ PV അൻവർ MLA ആ മുന്നണിയിൽ നിന്ന് പോയതിൻ്റെ പേരിലല്ല ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. മറിച്ചെന്താ, പിണറായി വിജയൻ എന്ന് പറയുന്നത് RSSൻ്റെ ദല്ലാളിന്, RSSന് കൊടപിടിക്കുന്ന, RSSന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഞങ്ങൾ പറഞ്ഞതല്ല, കണ്ണൻ നമ്പ്യാർ പറഞ്ഞതല്ല, PV അൻവർ എന്ന് പറയുന്ന പിണറായി വിജയൻ സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞ് നടന്ന അതേ അച്ഛനെ പിന്നീട്
തെറിയും വിളിച്ച് നടന്ന PV അൻവർ പറഞ്ഞതാ കണ്ണൻ നമ്പ്യാരോ ശിവരാജേട്ടനോ റിഫാനോ ഒന്നും പറഞ്ഞതല്ല അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാക്കിയതാരാ? RSSന് എല്ലാവിധ സഹായവും. PV അൻവർ എല്ലാ വെടിയും പൊട്ടിച്ചല്ലോ. PV അൻവർ പിണറായി വിജയൻ്റെ തന്തയ്ക്ക് വരെ വിളിച്ചല്ലോ. എവിടെയെങ്കിലും സഖാക്കള് PV അൻവറിൻ്റെ ഒതായിൽ വീട് ആക്രമിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നിന്ന് 10 മീറ്റർ അപ്പുറത്താ MLA ഓഫീസ് ഉണ്ടായിരുന്നത്. ആക്രമിച്ചോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാ? അത് സത്യസന്ധമായ കാര്യങ്ങളാ. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഇനിയും വെടി പൊട്ടിക്കും PV അൻവർ. അതത്രേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾക്ക് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും 2025 നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഫൈനൽ റൗണ്ടാണ് ഇവിടെ നടക്കുന്നത്. സെമി ഫൈനലല്ല, ഫൈനൽ റൗണ്ടാണ്. ഈ ഫൈനൽ റൗണ്ടിൽ എത്രത്തോളം ഗോളടിക്കും? അതെ, എത്രത്തോളം ഗോളടിക്കും? ആ ഗോളടിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷമാണെന്ത്? ഈ ഫൈനൽ റൗണ്ടിൻ്റെ ഗോളടി. ഞങ്ങൾക്ക് അത്രേ പറയുള്ളൂ. പിന്നെ ശിവരാജേട്ടനൊക്കെ പോലുള്ള കേരള കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും എല്ലാം ആളുകൾ നമുക്ക് ഒറ്റക്കെട്ടായി, ഒരു മെയ്യായി, ഒരു മനസ്സായി. ഇവിടെ UDF ഒറ്റക്കെട്ടാ, ഒരൊറ്റ മനസ്സാ. ഇവിടെ ഒരൊറ്റ ചിന്തയുള്ളൂ. എന്താ? പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായിസം, അല്ലേ? പിണറായിസത്തിനെതിരെ അവസാനിപ്പിക്കുക. പിണറായിസം എന്ന് പറഞ്ഞാൽ അത് സംഘിസമാണ്. സംഘിസമാണ്, യാതൊരു സംശയം വേണ്ട. പിണറായി പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പറയാം RSSൻ്റെ മറ്റൊരു ദർപ്പണ പ്രതിബിംബമാണ് ആര്? പിണറായി വിജയൻ. ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ CJP എന്ന് വിളിക്കേണ്ടി വരുമോ? എന്താ സംശയമുള്ളത്? പാലക്കാട്ട് എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഇലക്ഷൻ മുതലല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പം ശിവരാജേട്ടൻ കണ്ടിട്ടുണ്ടോ? പണ്ട് ശിവദാസ മേനോന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് LK അദ്വാനിയാ. ഇവിടുത്തെ ചരിത്രം KG മാരാറുടെ ചീഫ് ഏജന്റ് ആരായിരുന്നു? ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഉദുമയിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ VP സിംഗിന് അധികാരത്തിലേറ്റിയതാ, എല്ലാവർക്കും അറിയാലോ. ഇവിടുത്തെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ RSSും CPM തമ്മിലുള്ള ദൃഢമായ ബന്ധം ഒന്നുകൂടെ ദൃഢപ്പെടുത്തിയെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇവിടെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങളിഞ്ഞ് അറിഞ്ഞോ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 4.5 ലക്ഷം വോട്ടുകൾ കാണാനില്ല. എവിടെയെന്ന് BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ കളിയാക്കി വിളിക്കുന്ന ഉള്ളി സുരയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ആ കാണുന്നു പിണറായി വിജയനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ആ 4.5 ലക്ഷം വോട്ട് അവിടെ ഉണ്ട് പറഞ്ഞു. ആണല്ലോ, ആണോ അല്ലേ? ദാറ്റ്സ് എനഫ്. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് അറിയാം, ഈ നാടിൻ്റെ സ്പന്ദനം അറിയാം. ഞാൻ കൂടുതലൊന്നും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ ബാപ്പുട്ടിയാക്ക ഇവിടെ ജയിക്കും, യാതൊരു സംശയമാണ്. ജീവിതത്തിൽ 1970 സഖാബ് കുഞ്ഞാലി മരണപ്പെട്ട ശേഷം 1970 ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. MP ഗംഗാധരൻ മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1977 ആര്യാടൻ കുഞ്ഞാക്ക മത്സരിക്കുന്നു. സാക്ഷാൽ ആര്യാടൻ മുഹമ്മദ് മത്സരിക്കുന്നു. ഇവിടെ നടന്ന തെരഞ്ഞെടുപ്പുകൾ 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വന്നപ്പോൾ ആര്യാടൻ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആര്യാടൻ മുഹമ്മദ് സാർ അവിടെ വിജയിക്കുന്നു. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒക്കെ കൂട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിലും അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒന്ന് കുഞ്ഞാലി, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ കുഞ്ഞാലിയും മത്സരിക്കുക ചെയ്തിട്ടുണ്ടെങ്കിലും പരാജയപ്പെട്ടിട്ടുണ്ട് ദേവദാസ് പൊറ്റക്കാട്. ഈ നിയോജക മണ്ഡലം ഇടത് CPMൻ്റെ ഒരു കുത്തക മണ്ഡലമൊന്നുമല്ല. ഇപ്പോൾ സ്വരാജിനെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ നിർത്തിയത് ഗതികേട് കൊണ്ടാണ്. ഇപ്പോൾ ഒരു സ്വതന്ത്രനെ നിർത്തുക എന്ന് പറയുന്നത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ ഇപ്പോൾ ഇനി ഈ ബുദ്ധിമുട്ടൊക്കെ ആയി, ഈ മാനക്കേടൊക്കെ ഉണ്ടായി,
ഈ അൻവർ ഈ പറഞ്ഞ പോലെ മരണപ്പെട്ടിട്ടല്ല ഈ തെരഞ്ഞെടുപ്പ് രാജിവെച്ചത് കൊണ്ടാണ്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഒരാളെ നിർത്തല്ലാതെ രക്ഷല്ല, മുഖം രക്ഷിക്കാൻ വേണ്ടി അവർ കാണിച്ചതാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരിക്കലും ജയിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ല, ഈ നിയോജക മണ്ഡലം ഒരിക്കലും CPM-ന്റെ കുത്തകയല്ല. ആണെങ്കിൽ CPM ഏതോ കാലത്ത് പണ്ടേ മുതലേ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ ഇവിടെ മത്സരിക്കണമായിരുന്നു. ഈ സ്വരാജ് ജീവിച്ചിരിപ്പുണ്ട്, അതല്ലെങ്കിൽ അതുപോലത്തെ സഖാക്കൾ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മുമ്പും മത്സരിച്ച് ഇത് കുത്തക മണ്ഡലമാണെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തണമായിരുന്നു. അന്നെങ്ങും കാണിക്കാത്ത ധൈര്യം കാണിക്കാത്തത് ഇപ്പൊ മാനക്കേടുണ്ട്. കാരണം ചിഹ്നത്തിലല്ലാതെ ഒരാളെ ഇപ്പൊ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഈ പണിയൊന്നും ഞങ്ങൾ എടുക്കേണ്ടി വരൂല. ചിഹ്നത്തിൽ നിർത്തിയിട്ട് നമ്മളെ ചിഹ്നത്തിൽ നിർത്തി കോത്താമ്പി കാട്ടി പേടിപ്പിക്കുക എന്നുള്ളൂ. ഈ മണ്ഡലം CPM-ന്റെ കുത്തക മണ്ഡലമൊന്നുമല്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അന്ന് ദേവദാസ് മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. കുഞ്ഞാലിയെ മത്സരിച്ചിട്ടുള്ളൂ. പിന്നെ മത്സരിച്ച TK ഹംസ ആവട്ടെ, മമ്പാട് അബ്ദുറഹിമാൻ മാസ്റ്റർ ആവട്ടെ, അൻവർ മാസ്റ്റർ ആവട്ടെ, സ്വതന്ത്രന്മാരെ നിർത്തിയാണ് ഈ മണ്ഡലത്തിൽ അവർ ഇടതുപക്ഷ മുന്നണി പയറ്റിയത്, കളിച്ചത്. അല്ലാതെ ഇതൊരു കുത്തക മണ്ഡലമൊന്നുമല്ല. അതുകൊണ്ട് ഈ മണ്ഡലത്തിൽപ്പെട്ട ഒരാളെ നിർത്തി ഇവിടെ പേടിപ്പിക്കുക എന്ന് പറഞ്ഞത് ഈ നിയോജക മണ്ഡലത്തിന്റെ ചരിത്രം അറിയുന്ന പ്രബുദ്ധരായ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും. ഒരു സംശയവും വേണ്ട. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ ചാലിയാർ പുഴ ഒഴുകുന്നുണ്ട്. ആ ചാലിയാർ പുഴയിലെ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കാണ് ഈ കാണുന്നതൊക്കെ, ഈ ബോട്ടും ഈ കാണിക്കുന്ന കോപ്രായൊക്കെ. ഇതിന്റെ അവസാനത്തെ തെളിനീര് ചാലിയാർ വേനൽക്കാലത്ത് നല്ല തെളിനീരായി കുടിക്കാനും പറ്റുന്ന ശുദ്ധജലമായി അവശേഷിക്കാറുണ്ട്. ഇപ്പോൾ ഈ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്കൊക്കെ ഒഴുകിയിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി UDF വിജയിക്കും. ഒരു സംശയം വേണ്ട. അതാണ് ഇവിടെ സംഭവിക്കുക. തൃക്കാക്കരയിൽ വന്നത്, പുതുപ്പള്ളിയിൽ വന്നതും തൃക്കാക്കരയിൽ വന്നതും പാലക്കാട്ട് വന്നതും ഈ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും തന്നെയാണ്. അവരൊക്കെ അവിടെ വന്നിട്ട് അവിടെയൊക്കെ കിട്ടുണ്ണി സർക്കസ് എന്നാണ് ഞാൻ പറയാറുള്ളത്. ആ കിട്ടുണ്ണി സർക്കസും പിണറായി വിജയൻ്റെ ആ ഗവൺമെൻറ്റും മിനിസ്റ്ററിയും അവരുടെ എല്ലാ ഫുൾ ഫോഴ്സ് ഉപയോഗിച്ച് തന്നെയാണ് ആ മണ്ഡലങ്ങളിലൊക്കെ വന്നത്. അവരെന്നെയാണ് ഇവിടെയും വന്നത്. ഞാൻ പറഞ്ഞ മലവെള്ളപ്പാച്ചിലെ കുത്തൊഴുക്ക് അവസാനിക്കുമ്പോൾ ഇവിടെ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷമുള്ള യഥാർത്ഥത്തിലെ തെളിനീര് ചാലിയാറിലെ വെള്ളം പോലെ ചാലിയാറിൻ്റെ കരയിലെ ഈ നിലമ്പൂരിന് കാണാൻ സാധിക്കും. ആര്യാടൻ ബാപ്പുട്ടി, ഞങ്ങൾ പറയുന്ന ബാപ്പുട്ടി, ഷൗക്കത്ത് ഇവിടെ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിക്കും. ഒരു സംശയം വേണ്ട. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ ഈ ചരിത്രം അറിയാത്ത ആളുകളല്ലല്ലോ M സ്വരാജൊക്കെ. അപ്പൊ പറഞ്ഞു വരുന്നത് M സ്വരാജ് അടക്കമുള്ള ഒരു ചരിത്രം അറിയാത്ത ആളുകളല്ല. അവരുടെ ഒരു ഗതികേട് കൊണ്ടാണോ ഇപ്പോൾ ഇവിടെ നിൽക്കേണ്ടി വരുന്നത്? അവർക്ക് ഇതല്ലാതെ പിന്നെ രക്ഷയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കാര്യം സംബന്ധിച്ചിടത്തോളം മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്ന ഏക സംസ്ഥാനം കേരളം. ബംഗാൾ ഭരിച്ചിരുന്നു, ത്രിപുര ഭരിച്ചിരുന്നു, ബുദ്ധദേവ് ഭട്ടാചാര്യ, ജ്യോതി ബസു ഒക്കെ ഭരിച്ചിരുന്ന ബംഗാളും ത്രിപുരയൊക്കെ നഷ്ടപ്പെട്ട് അവശേഷിക്കുന്ന ഒരു തുരുത്താണ് കേരളം. ഇത് അവരുടെ ജീവൻ മരണ പോരാട്ടമാണ്. ഇതെങ്ങാനും നഷ്ടപ്പെട്ടാൽ, കിട്ടിയില്ലെങ്കിൽ, ഇതും പോയാൽ അടുത്ത പ്രാവശ്യം കേരളം ഇല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ പിരിച്ചുവിടേണ്ടി വരും. ആ ബേജാറുണ്ടാവും. എന്തിനാ പിന്നെ പോളിറ്റ് ബ്യൂറോ? ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കാതെ പോയാൽ മാർക്സിസ്റ്റ് പാർട്ടി എന്താകുമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഊഹിച്ചോ? മൂന്നാമതും പിണറായി വിജയൻ സർക്കാർ എന്നുള്ള മുദ്രാവാക്യത്തിനൊരു കരണത്തടിയായിരിക്കോ ഈ തെരഞ്ഞെടുപ്പ്? യാതൊരു സംശയം വേണ്ട. കാരണം എന്ന് പറഞ്ഞാൽ അത് കൊറോണ വന്നപ്പോൾ ജനങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കിറ്റൊക്കെ കൊടുത്തു, ഗ്യാസ് വാങ്ങാൻ 1000 ഉറുപ്പിയും കൊടുത്തു. 8 മാസത്തിനകത്ത് ഒരു പ്രാവശ്യം മാത്രമാണ് വീടുകളിൽ 1000 ഉറുപ്പ്യ കിട്ടിയതും കിറ്റുകളൊക്കെ കൊടുത്തതും. ആ കിറ്റുകളും കണ്ടപ്പോൾ ജനങ്ങൾ വിചാരിച്ചു ഈ
ഈ കൊറോണ അവസാനിക്കൂല. ഇത് ലോകാവസാനം. ഇന്നത്തെ ലോകാവസാനത്തിൻ്റെ ആരംഭമാണ് ഈ കൊറോണ. ചൈനയിലെ വുഹാനിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെയൊക്കെ തിരിഞ്ഞു മറിഞ്ഞ് ഫ്രാൻസും ഇറ്റലിയും ജർമ്മനും അമേരിക്കയൊക്കെ കഴിഞ്ഞ് ഇവിടെ നമ്മളെ നാട്ടിൽ വന്നപ്പോൾ പിണറായി ഗവൺമെൻറ്റാണ്. ജനങ്ങളൊക്കെ അന്തം വിട്ടപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടോ വോട്ടുകൾ ചെയ്തു പോയി. അതിൻ്റെ ഖേദത്തിലാണ്. അതിൻ്റെ തെളിവുകൾ ആ തൃക്കാക്കരയും പുതുപ്പള്ളിയിലും പാലക്കാടും ഒക്കെ കണ്ടത്. അവരവിടെയൊക്കെ പറ്റിയത് ഇത് തന്നെയാണ്. ഗവൺമെൻറ്റിൻ്റെ 100 സീറ്റ് തികക്കാനാണ് തൃക്കാക്കര പോയത്, 99 100ആക്കാൻ. അവിടെ 100 കുറഞ്ഞു വരിക, 100 കീഴ്പോട്ടേക്കാണ് വരുന്നത്, 98 97 വരികയാണ്. അങ്ങനെ പാമ്പും കോണിയും കളിച്ച മാതിരി അവസാനം ഈ നിലമ്പൂരിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തത്, ഞാൻ നിർത്തുക, മാർക്സിസ്റ്റ് പാർട്ടി ഉദയം ചെയ്തത് പിണറായിലെ പാറപ്പുറത്തു നിന്നാണ്. ഈ പിണറായിലേക്ക് എത്തിയപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിൻ്റെ സമ്മേളനങ്ങളൊക്കെ ഈ കേരളത്തിലപ്പം നടക്കുന്നത്. ബംഗാളും ത്രിപുരയും ഒന്നും ക്ലച്ച് പിടിക്കുന്നില്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവശേഷിക്കുന്ന തുരുത്ത് കേരളമാണ്. അതിൻ്റെ ഒരു പടപ്പും പോരാട്ടവും അതിൻ്റെയൊക്കെ ഒരു നെഞ്ചിടിപ്പും അവരിൽ പ്രതിഫലിക്കും. ഞങ്ങൾക്ക് ബേജാറൊന്നുമില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധി തോറ്റിട്ടുണ്ട്, ഇന്ത്യ ഒട്ടാകെ പോയിട്ടുണ്ട്. ഇപ്പോൾ കർണാടകയിലുണ്ടായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. ഞാൻ കർണാടകയിൽ മാർക്സിസ്റ്റ് പാർട്ടി 4 സീറ്റിൽ മത്സരിച്ചെടുത്ത്, ഈ CPM കർണാടകയിൽ 4 സീറ്റിൽ മത്സരിച്ചെടുത്ത് കെട്ടിവെച്ച കാശ് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ആ കെട്ടിവെച്ച കാശ്, കെട്ടിവെച്ച കീസ്, ആ സഞ്ചി പോലും കിട്ടിയിട്ടില്ല. അവിടെ ഞങ്ങളെ കർണാടകയിൽ ഒറ്റക്ക് ഭരിക്കുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഒറ്റക്ക് ഭരിക്കുന്നു. ആ കോൺഗ്രസിനായിട്ട് ഇവിടെ പോരാടുന്നത് ഇവർ മറ്റേ സാനിറ്റോറിയത്തിൽ ക്ഷയരോഗി ഗാമനെ ഗുസ്തിക്ക് വെല്ലുവിളിച്ച പോലെയാണ് നിലമ്പൂരിൽ വന്നിട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രം കാട്ടി നമ്മളെ അമിട്ട് പൊട്ടിക്കുന്ന ആശാമാരെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കുക. കോൺഗ്രസ് ഇനിയും ഇന്ത്യ രാജ്യത്ത് പല സംസ്ഥാനത്തും അധികാരത്തിൽ വരും. ഇവർ ഈ സംസ്ഥാനത്ത് നിന്ന് റെഡും ഫോളറും സ്ട്രൈക്കറും അവിടെ ത്രിപുരയും കേരളവും ബംഗാളും ഒക്കെ കഴിഞ്ഞിട്ട് കെട്ടി പോണ്ടി വരും. പോളിറ്റ് ബ്യൂറോ, പിന്നെന്തിനാ പോളിറ്റ് ബ്യൂറോ? ഒന്നും വേണ്ടി വരൂല. ഞങ്ങൾക്കറിയാം എന്ത് സംഭവിക്കും. താങ്ക് യു സോ മച്ച്. ശിവരാജേഷാണ്, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ മുൻ മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങൾ വളരെ ദിവസങ്ങളായി തന്നെ ഇവിടെ വരാറുണ്ട്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. 7 ദിവസമായി 263 ബൂത്തിൽ 3/4 ബൂത്തുകളിലും ഞങ്ങളിവിടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ നോക്കിയതിൽ ഒരു 15,000 വോട്ടിന് മേലെ, അത് 25,000 വരെ ആകാം, അങ്ങോട്ട് കിടക്കാം. 15,000 വോട്ടിൽ ഒരു വോട്ട് പോലും കുറയാതെ 15,000 വോട്ടിന് മേലെ അങ്ങോട്ട് ആര്യയുടെ സൗകര്യം ജയിക്കും. ഈ 15,000 വോട്ട് എന്നുള്ളൊരു ഫിഗർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പാർട്ടി പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടി, ആ ഒരു പ്രതീക്ഷ പുറത്തുവിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്. ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? ഞാൻ ആത്മവിശ്വാസം പറഞ്ഞപ്പോൾ പാലക്കാട് എനിക്ക് വോട്ട് ഇവിടെ വോട്ടില്ല. ഇവിടെ നിലമ്പൂരും ഇടയ്ക്കും ഇവിടെ നിലമ്പൂർ ടൗണിൻ്റെ ഉള്ളിലൊക്കെ കുറേ എൻ്റെ സ്വന്തക്കാരുടെ വോട്ടുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് UDF അനുകൂലമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമാണ്. സുമാർ ഞാൻ ഇപ്പോൾ പാലക്കാട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞിരുന്നു 15,000-ൻ്റെ 20,000 വോട്ടിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കുടത്ത് ജയിക്കും പറഞ്ഞു. അതുപോലെ 17,000 ചില്ലാന വോട്ടിന് അവിടെ ജയിച്ചത്. അന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയെന്ന് കേട്ടു, അതെന്തായിരുന്നു? രാഹുൽ തോറ്റാൽ പരസ്യമായി കൗണ്ടിങ് സ്ഥലത്ത് ഞാൻ മുട്ടയടിക്കുമെന്ന് പറഞ്ഞു. അത് ഞാനാണ്, ചാനലുകളിലൊക്കെ പറഞ്ഞാണ്. അത് യാദൃശ്ചികമായ ഒരു വികാരമായ ഒരു വിഷയമായിട്ട് വന്നതാണ്. ദയവീത് എനിക്ക് എൻ്റെ ആവശ്യം വന്നില്ല. വളരെ 5ാം ക്ലാസ് മുതൽ ഇപ്പോൾ 54 വയസ്സായി. 5 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അച്ഛൻ കേരള കോൺഗ്രസ് വലിയ നേതാവാണ്. നല്ല അനുഭവമാണ്. ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെട്ടാൽ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ചുങ്കത്തറ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ പരസ്യമായി മുട്ടയടിക്കുമെന്ന് ഞാൻ ഇവിടെയും പറയുകയാണ്. ആര്യയുടെ ഷൗക്കത്ത് ബാബുട്ടിക്ക ഇവിടെ തോറ്റാൽ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. തോറ്റാൽ പരസ്യമായി മാർത്തോമ കോളേജിന് മുമ്പിൽ, ചുങ്കത്തറ മാർത്തോമ കോളേജിന് മുമ്പിൽ കൗണ്ടിങ് ദിവസം പരസ്യമായി മുട്ടയടിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് തന്നെയാണ് ഞാൻ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ അവിടെയും പറഞ്ഞത്. തീർച്ചയായും ഒരിക്കലും തോൽക്കില്ല. 15,000 വോട്ടിൻ്റെ മേലെ, 15,001 മുതൽ എത്ര വോട്ട് വേണമെങ്കിൽ കൂടാം, അതിൽ കമ്മിയാകില്ല. തീർച്ചയായിട്ടും ആര്യൻ ഷൗക്കത്ത് ബാബുട്ടിക്ക ഞങ്ങളുടെ പ്രിയങ്കരനാണ് ഇവിടെ. അദ്ദേഹം വിജയിക്കും. UDFൻ്റെ 2026-ൽ ഞങ്ങളുടെ സർക്കാർ വരുന്നതിൻ്റെ മുന്നോടിയായുള്ള തിരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ഈ 2026 ഇലക്ഷന് മുന്നോടിയായിട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നിലമ്പൂർ കാണിച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, 15,000 വോട്ട് ഞങ്ങൾ ജയിച്ചാൽ കാണിച്ചു കൊടുക്കില്ലേ. അടുത്ത സർക്കാരിൻ്റെ അധപതനമാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും വിജയിക്കില്ല. ആരും ഞങ്ങൾ എതിർത്ത് പോയിട്ടൊന്നും കാര്യമില്ല. മുമ്പുള്ള സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഒന്നുമില്ല, അവർ തന്നെ സ്ഥാനാർത്ഥി. അയാളായ കുറച്ച് വോട്ട് പിടിച്ച് അവർ പോകും. ഞങ്ങൾ UDFൻ്റെ ഒരു വോട്ടും പോയില്ല, വോട്ട് കൂടും. ഓക്കെ.
ഈ 2026 വരുമ്പോൾ ഇപ്പോൾ ഒരു ബെറ്റ് വെച്ചല്ലോ, 2026 UDF എത്ര സീറ്റുകൾ നേടിയിട്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നാണ് തോന്നുന്നത്? അത് അപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയും. എന്തായാലും ഞങ്ങൾ 100 വോട്ടിന് മേലെ 100 സെഞ്ചുറി അടിക്കും, 100 സീറ്റിന് മേലെ ഞങ്ങൾ കിട്ടുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. സെഞ്ചുറി അടിച്ചിരിക്കും. സമയത്ത് ചിലപ്പോൾ 1-2 കമ്മിയാവും, ചിലപ്പോൾ 1-2 കൂടും. എന്തിനാണ് ഈ ഇലക്ഷൻ ഇവിടെ ഉണ്ടാക്കിയത്? അതിനെ പറ്റിയ ചോദ്യം അല്ല, മറ്റൊന്നും നമ്മൾ ആരും ഇപ്പം ഒന്നും എതിർത്ത് പറഞ്ഞില്ല. ഇപ്പം ഞങ്ങൾ ഇവിടെ ജയിക്കും. തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് എത്ര സീറ്റ് കിട്ടുന്ന ആ സമയത്ത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 15,000 വോട്ടും ജയിക്കും പറഞ്ഞ പോലെ ഏതൊക്കെ എത്ര സീറ്റ് കിട്ടുന്നുള്ളത് ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ പറയും. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങൾ ഇപ്പോൾ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്, പക്ഷേ വിജയത്തിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ശരിയാണോ? വിജയത്തിന് ശേഷം ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരം ശത്രുക്കളില്ല. രാഷ്ട്രീയത്തിൽ ഒരു നേതാക്കളും ഒരാളും സ്ഥിരം ശത്രുക്കളില്ല. ഇന്നലത്തെ ശത്രു നാളത്തെ ബന്ധുവാണ്, ഇന്നത്തെ ബന്ധു നാളെ ശത്രുവും. അതുകൊണ്ട് രാഷ്ട്രീയത്തിലൊന്നും കാര്യമില്ല. ഞങ്ങൾ ആരും വ്യക്തിപരമായിട്ട് ഒരാളെയും അധിക്ഷേപിച്ചിട്ടില്ല. PV Anwar ഇപ്പോൾ ഒരു ശത്രുപക്ഷത്താണോ? ഞങ്ങൾ അങ്ങനെ ആരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളതല്ലാതെ ആരോടും വിദ്വേഷമൊന്നുമില്ല, ആരോടുമില്ല. എല്ലാവരും അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആരുടെ ഷൗക്കത്ത് ബാപ്പുട്ടിക്കാരനെ എല്ലാവരും അംഗീകരിക്കുന്ന പോലെ UDF ആരുടെ വോട്ടും സത്യസന്ധമായി ഞങ്ങൾക്ക് തരുന്ന വോട്ടും ഞങ്ങൾ വളരെ ഭംഗിയായി സ്വീകരിക്കും. ഞങ്ങൾ പറഞ്ഞ വോട്ടിന് മേലെ ജയിക്കുകയും ചെയ്യും. ഈ പിണറായി വിജയൻ സർക്കാരിനെതിരുള്ള ട്രെൻഡ് നിലമ്പൂരിൽ എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നതെന്ന് തോന്നുന്നു? അതുണ്ട്. ആഞ്ഞടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വോട്ടും ജയിക്കുന്നത്. അതുണ്ടാവും. അത് പല മേഖലയിൽ പരസ്യമായി ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ രാഷ്ട്രീയപരമായി ആരെയും എതിർത്തൊന്നും പറയുന്നില്ല. സർക്കാരിൻ്റെ പരാജയമായിരിക്കും ഈ ഞങ്ങളുടെ വിജയം, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മുട്ടയടിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. 23-ാം തീയതി നമുക്ക് കാണാം. ഞാനുണ്ടാവും, നിങ്ങൾ കണ്ടിരിക്കും തീർച്ചയായിട്ടും. എൻ്റെ സുഹൃത്താണ് എല്ലാവരും. എന്തുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത്? തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു രാഷ്ട്രീയ യുദ്ധം തന്നെയാണ് താങ്കൾ പറഞ്ഞ പോലെ നടക്കുന്നത്. ആ രാഷ്ട്രീയം യുദ്ധം എന്ന് വെച്ചാൽ ജനങ്ങളും പിണറായി വിരുദ്ധ സർക്കാർ വികാരവുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഷൗക്കത്ത് ഏകദേശം ജയിച്ചു കഴിഞ്ഞു. 10,000-ത്തിലധികം ഭൂരിപക്ഷത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ജയിച്ചു കഴിഞ്ഞു. പിന്നെ നിലമ്പൂരിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വിളിച്ച വിളപ്പുറത്ത് കാണുന്ന അതേപോലെ വാപ്പായുടെ മകനാണ് ഷൗക്കത്ത്. ഓരോരുത്തർക്കും അറിയാമത്. നിങ്ങൾ ആരുടെ ചോദിച്ചാലും പറയും ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷേ ഇനി പറയാനുള്ളൂ. വിജയം കൈക്കൽ ഒതുക്കി കഴിഞ്ഞു. ഇപ്പോൾ ഭൂരിപക്ഷത്തെക്കുറിച്ച് PV Anwar അടക്കം മാധ്യമങ്ങളിൽ വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം എന്തൊക്കെ പറഞ്ഞാലും റിസൾട്ട് വരുമ്പോൾ ഒരു നിശ്ചിത ഭൂരിപക്ഷം നേടുമെന്ന് ഒരു സത്യമിട്ട പോലെയാണ് PV Anwar പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ആത്മവിശ്വാസത്തെക്കുറിച്ച് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും അദ്ദേഹം 9 വർഷത്തെ MLA ആയിരുന്നു. ഇവിടെ ജനപ്രീതി നേടിയ ഒരു MLA തന്നെ ആയിരുന്നു. CPM അദ്ദേഹത്തിനെ കാണിച്ച അവഹേളിപ്പാണ് അദ്ദേഹത്തിനുണ്ടായ വിഷയങ്ങളൊക്കെ നമുക്കറിയാം. അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇവിടെ വോട്ട് കിട്ടും എന്നുള്ളതിൽ യാതൊരു മാറ്റവും ഇല്ല, സംശയവുമില്ല. അദ്ദേഹം എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറും 2ാം സ്ഥാനം നേടാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ വരുന്നത് ആര്യടൻ ഷൗക്കത്തും PV Anwaറും തമ്മിലായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, എന്തുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും ഉത്തരം പറയാൻ പറയാം? എന്തുകൊണ്ട് ആര്യടൻ ഷൗക്കത്ത് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലുള്ള ക്വാളിറ്റി, അദ്ദേഹത്തിൻ്റെ വാപ്പായുടെ ക്വാളിറ്റി. പിന്നെ ഇവിടെ ജനങ്ങൾ ഒന്നടങ്കം കോൺഗ്രസ് തിരിച്ചു വരണമെന്നുള്ള UDFൻ്റെ ശക്തമായ ഒരു ഭരണം തിരിച്ചു കൊണ്ടുവരാനുള്ള ജനങ്ങളുടെ അഭിപ്രായവും ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ ഒട്ടാകെ ആഗ്രഹിക്കുന്നതിൻ്റെ ഭാഗമാണ് ഈ കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പ് നിങ്ങൾ കണ്ടതാണ്. പിണറായി സർക്കാരിനെതിരെയുള്ള വെല്ലുവിളിയാണ് ജനങ്ങൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അവരുടെ പിണറായി സർക്കാരിൻ്റെ അന്ത്യമാണ് ഈ ഇലക്ഷനിലൂടെ കുറിക്കാൻ പോകുന്നത്. ഈ 2026 വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് മുമ്പോടിയായിട്ട് വരുന്ന ഈ പറയുന്ന നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പിണറായി വിജയനെതിരെയുള്ള ജനങ്ങളുടെ രോഷം പ്രകടിപ്പിക്കുന്ന ഒന്നായിരിക്കുമോ? തീർച്ചയായിട്ടും 100%. ഇത് മാത്രമല്ല, ഇനി വരുന്ന നിയമസഭാ ഇലക്ഷനിലും ജനങ്ങളുടെ ഈ വികാരം പിണറായി വിജയനും സർക്കാരും ഈ വിരുദ്ധ ജനനയങ്ങൾക്കെതിരെ, ജനദ്രോഹ നയങ്ങൾക്കെതിരെയുള്ള ശിക്ഷയായിരിക്കും ഈ തെരഞ്ഞെടുപ്പും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും. അപ്പോൾ എന്തായാലും 2016 മുമ്പുള്ള സാമ്പിൾ വെടിക്കെട്ട് നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങുകയാണ്. നിലമ്പൂരിൽ നിന്ന് തന്നെ തുടങ്ങും, തീർച്ചയായിട്ടും, യാതൊരു സംശയമില്ല. ഏത് പാവങ്ങൾക്ക് ഏത് നട്ടപ്പാതിരിക്കും അയാൾ കയറി ചെന്നാലും അയാൾക്ക് ഏത് ഉറക്കലാണെങ്കിലും അയാളെ വിളിച്ചുണർത്തി അയാൾ കാര്യങ്ങൾ പറയാനും അത് അപ്പം തന്നെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും അയാൾ തയ്യാറായിരുന്നു. ആ ഒരു സ്റ്റേജിലേക്ക് ഷൗക്കത്തും എത്താൻ പോവുകയാണ്. ഷൗക്കത്ത് നല്ല ഭൂരിപക്ഷത്തിന് ഇവിടെ ജയിക്കും.
ഷൗക്കത്ത് എന്നുള്ളൊരു വ്യക്തി, ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ എന്നതിലുപരി ഷൗക്കത്ത് എന്നുള്ളൊരു വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് നിലമ്പൂരുകാർക്ക്? നിലമ്പൂരുകാർക്ക് രാഷ്ട്രീയത്തിന് പുറമെ അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡൻ്റായപ്പോഴും അദ്ദേഹം മുനിസിപ്പൽ ചെയർമാനായപ്പോഴും അദ്ദേഹം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത മനുഷ്യരാണ്. കക്ഷി രാഷ്ട്രീയ ജാതി മതഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട് ആൾക്കാർ. ഈ 2026 വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു സാമ്പിൾ വെടിക്കെട്ടാണോ ഇത് എന്ന് പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതൊരു സെമി ഫൈനലാണ് എന്നാണ്. അത് സത്യമാണോ? ഇത് തീർച്ചയായിട്ടും ഇതൊരു സെമി ഫൈനലാണ്. അടുത്ത ഫൈനലിൽ വളരെ ഒരു മിനിമം 100 സീറ്റോട് കൂടി UDF അധികാരത്തിൽ വരും. അതൊരു ചരിത്രമായിരിക്കും, ഒരു ചരിത്ര വിജയം. പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ഒരു ട്രെൻഡ് നിലമ്പൂരിലെ ജനങ്ങള് ഷൗക്കത്തിനെ വിജയിപ്പിച്ചുകൊണ്ട് കാണിച്ചു കൊടുക്കും എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും തോന്നുന്നുണ്ട്. ജനങ്ങൾക്ക് നിലമ്പൂർ നിയോജകമണ്ഡലത്തിലെ ജനങ്ങൾ ഇവിടുത്തെ പിണറായി വിജയന് എതിരായിട്ടുള്ള വിധിയെഴുത്ത് ഈ ഇതോടുകൂടി നടത്തും. നല്ല ഭൂരിപക്ഷത്തിന് ഒരു മാക്സിമം ഒരു മിനിമം ഒരു 20,000-ലധികം വോട്ടിന് ഇവിടെ ആര്യാടൻ ഷൗക്കത്ത് ജയിക്കും. മറ്റ് 2 ഘടകങ്ങളും കൂടി ഇവിടെയുണ്ട്, എം സ്വരാജും PV അൻവറും. ഈ 2 ഘടകങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ എം സ്വരാജിൻ്റെ വോട്ടാണ് PV അൻവർ വിളിക്കാൻ പോകുന്നത്. അല്ലാതെ ഞങ്ങൾ UDFൻ്റെ വോട്ടൊന്നും ഒരു വോട്ട് പോലും പോവില്ല. ഒരു വോട്ട് പോലും പോവില്ല. ഈ PV അൻവർ എന്നുള്ളൊരു ഘടകമായിട്ടെങ്കിലും പരിഗണിക്കുന്നുണ്ടോ? ഒരു ഘടകമായിട്ടും പരിഗണിക്കില്ല. അദ്ദേഹത്തിന് ഒരു 4,000 വോട്ട് കിട്ടും. അത് LDFൻ്റെ വോട്ട് കൂടാം, അല്ല UDFൻ്റെ വോട്ടല്ല. ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു ഭൂരിപക്ഷത്തെ കുറിച്ച് ഒരു പ്രഡിക്ഷൻ ഉണ്ടോ? ഒരു മിനിമം ഒരു 20,000 വോട്ട് ഭൂരിപക്ഷത്തിന് ജയിക്കും. ഓക്കെ, കാത്തിരുന്ന് കാണാം. തീർച്ചയായും. താങ്ക് യു. 140 മണ്ഡലങ്ങളിലെ 130 മണ്ഡലത്തിലെ ജനങ്ങൾക്കും വേണ്ടി നിലമ്പൂരിലൊരു മണ്ഡലത്തിലെ ജനങ്ങൾ വിധി എഴുതാൻ പോണ തെരഞ്ഞെടുപ്പാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന 8 മാസങ്ങൾക്ക് ശേഷമുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ഒരു റിലേയാണ്. ആ റിലേയോട് കൂടി തന്നെ കേരളത്തിലെ ജനതയുടെ ചിന്ത എങ്ങോട്ട് എന്നുള്ളത് തീരുമാനിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. അപ്പോൾ അങ്ങനൊരു നിയോഗം നിലമ്പൂരിൽ വന്നത് ഇവിടെ ഒരാൾ സൂചിപ്പിക്കേണ്ടായി, ഒരു വിയോഗത്താലല്ല, അല്ലെങ്കിൽ ആരെങ്കിലും വിദേശത്ത് പോയിട്ടല്ല. അപ്പോൾ ആ ഒരു നിയോഗത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അത് ഒരാൾ തലയിലുള്ളത് ഒഴിഞ്ഞു പോയ രീതിയിലുള്ളൊരു പ്രതീതിയാണ് ഇവിടെ ഉണ്ടാക്കിയത്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ പല പണക്കാരും സ്വതന്ത്രന്മാരായി രംഗത്തിറക്കും. അവരുടെ കച്ചവടങ്ങൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും വേണ്ടി അവർ ഭരണത്തെ ഉപയോഗിക്കും. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും സർക്കാരിന് മുമ്പിൽ ഈ വരുന്ന ജനപ്രതിനിധികളായി വരുന്ന ആളുകൾ വെക്കുന്ന കാര്യങ്ങൾ നടക്കാതിരിക്കുകയും ആ പാർട്ടിയുടെ ചെവിക്കുള്ളിൽ അവരുടെ ഇംഗത്തിനനുസരിച്ച് അവരുടെ ചൊൽപ്പടിക്കനുസരിച്ച് നിൽക്കാത്ത MLA-മാരായാലും നേതാക്കന്മാരായാലും അവരെ ചവിട്ടി പുറത്താക്കുന്ന സമീപനമാണ് എക്കാലത്തും CPIM സ്വീകരിച്ചു പോകുന്നത്. അതിൻ്റെ ഭാഗമായി PV അൻവർ ചില കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ആഭ്യന്തര വകുപ്പിലും അതുപോലെ തന്നെ വനവകുപ്പ് അടക്കമുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൊള്ളരുതായ്മകൾ, അഴിമതികൾ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ അൻവറും ഇടതുപക്ഷവും തമ്മിൽ, പ്രത്യേകിച്ചും CPIM-ഉം തമ്മിൽ അകലുകയും അൻവർ രാജിവെച്ചപ്പോൾ സ്വാഭാവികമായും ഒരു തെരഞ്ഞെടുപ്പ് ഇവിടെ ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിക്കേണ്ടി വന്നു. ജനങ്ങൾക്ക് മേലെ അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണിത്. അപ്പോൾ ജനങ്ങളത് ആ അടിച്ചേൽപ്പിച്ച ആൾക്ക് മറുപടി എന്തായിരിക്കും കൊടുക്കാൻ പോവാ? ജനങ്ങൾ അടിച്ചേൽപ്പിച്ച ആളെയും അതിന് കാരണക്കാരായ CPM-നെയും ഈ മണ്ഡലത്തിൽ തൂത്തെറിയപ്പെടുകയും അതിന് നിമിത്തമായിട്ട് ഇവിടെ ജനവിധി തേടുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് നല്ല ഭൂരിപക്ഷം നൽകി വിജയിപ്പിക്കാനുള്ള അവരുടെ ജനവികാരം പ്രകടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഈ നിലമ്പൂരിലെ ആളുകൾ പറയുന്ന ഒരു കാരണം CPM-നെ കുറിച്ച് പറയുന്നൊരു സംഭവമാണ്. അത് BJP-യും ഇവരും രണ്ടല്ല എന്നൊരു നിലപാട് നിലമ്പൂരിലെ ജനങ്ങൾ പ്രതികരിച്ചായിരുന്നു. അത് BJP-യുടെ തന്നെ ഒരു അനുഭാവ സംഘടന പോലെ CPM-നെ കാണുന്നൊരു സമീപനം നിലമ്പൂരിലെ ചിലരിൽ കണ്ടു. ഇത്രത്തോളം ഒരു രാഷ്ട്രീയ ബോധ്യം അവർക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും BJP വേറെ രീതിയിലാണ്. എന്നാൽ കേരളത്തിൽ എന്തുകൊണ്ട് BJP ഉണ്ടാകുന്നില്ല? അത് ഇടതുപക്ഷമുള്ളത് കൊണ്ടാണ് എന്നാണല്ലോ ഇടതുപക്ഷം പറയുന്നത്. യഥാർത്ഥത്തിൽ BJP-യുടെ പണിയും കൂടി ഇടതുപക്ഷം എടുക്കുന്നത് കൊണ്ട് ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ നയത്തിനൊപ്പം BJP-യും ഒപ്പം ചേർന്നുകൊണ്ട് സംഘീയ പ്രവർത്തനം നടത്തുന്നതാണ് അതിന് കാരണം.
ഇനി 3-ാം വട്ടം ഒരു പിണറായി വിജയൻ സർക്കാരിനെ വരാനായിട്ട് കോൺഗ്രസ് അനുവദിക്കുമോ? കോൺഗ്രസും UDF അനുവദിക്കില്ല. കാരണം ഇന്ത്യയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളാണുള്ളത്. ഒന്ന് UDF, ഒന്ന് LDF, ഒന്ന് NDA. NDA എന്ന് പറയുന്നത് വളരെ 3-ാം സ്ഥാനത്തുള്ളതാണ്. പിന്നെ UDF-ഉം LDF-ഉം എന്നതിൽ LDF-ന് 2 തവണ അധികാരം കിട്ടിയതോടുകൂടി കേരളത്തിലെ ജനങ്ങൾ ഇനി എക്കാലത്തും ഇടതുപക്ഷം വരാതിരിക്കാനുള്ള പ്രാർത്ഥനയും പ്രവർത്തനവുമാണ് ഇപ്പോൾ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ആര്യടൻ ഷൗക്കത്ത്, നിങ്ങളുടെയൊക്കെ ബാപ്പുട്ടിക്ക, അദ്ദേഹത്തിൻ്റെ ഒരു വോട്ട് പെർസെൻറ്റേജോ അല്ലെങ്കിൽ അദ്ദേഹം എത്ര വോട്ടുകൾക്ക് ജയിക്കും എന്നുള്ളൊരു പ്രവചനമുണ്ടോ? അദ്ദേഹം ഒരു 5 അക്കത്തിൽ കുറയാത്ത വോട്ടിന് വിജയിക്കാനുള്ള എല്ലാ സാധ്യതകളും ഇപ്പോൾ ഈ മണ്ഡലത്തിലുണ്ട്. ഗ്രൗണ്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തകർ അത്രത്തോളം നന്നായിട്ട് വർക്ക് ചെയ്തു എന്ന് തോന്നുന്നുണ്ടോ? ഗ്രൗണ്ട് തലത്തിലെ അടിസ്ഥാനപരമായിട്ട് എല്ലാ ബൂത്തുകളിലും ഈ നിയോജക മണ്ഡലത്തിനകത്തുള്ള പ്രവർത്തകന്മാർ UDF-ന് വേണ്ടി അഹോരാത്രം പാടുപെട്ട് പണിയെടുക്കുന്നു. പുറമേ നിന്ന് വരുന്ന പ്രവർത്തകന്മാർ അതിനാവശ്യമായ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ 2026 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഒരു മുഖചിത്രമായിരിക്കും നിലമ്പൂരിൽ നിന്ന് വരുന്നത് അല്ലേ? അതെ, ഓക്കെ. അങ്ങനെ തന്നെയാണ്. അതിന് വേറെ കാര്യം കൂടെ ഉണ്ട്. ഇപ്പം പഴക്കച്ചവടക്കാരൻ പറഞ്ഞില്ലേ, ആര്യാടൻ ഷൗക്കത്ത് ഒരു രാഷ്ട്രീയതാനേക്കാൾ ഉപരിയായിട്ടൊരു വലിയ സാമൂഹ്യ പ്രവർത്തകനാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ജില്ലയ്ക്ക് പുറത്തേക്ക് ഒരുപാട് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ അന്വേഷിച്ചാൽ കഴിയും, കൊല്ലം ജില്ലയിൽ ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ച ഒരു അലിഫ് എന്ന് പറഞ്ഞൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അപ്പം നടക്കാൻ കഴിയാത്തൊരു കുട്ടിയാണ്. അപ്പം കോളേജ് ക്യാമ്പസിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള 2 പെൺകുട്ടികളാണ് ചുമന്നുകൊണ്ട് പോകുന്നത്. അത് വലിയൊരു വാർത്തയായി വൈറലായിരുന്നു. ആ വാർത്ത കണ്ടിട്ട് ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അവിടുത്തെ MLA ആയ CR മഹേഷിനെ വിളിച്ചിട്ട് ഒരു 1.5 ലക്ഷം രൂപ വില വരുന്നൊരു വാഹനം അലിഫിന് കൊടുത്തിരുന്നു. ഒരു പക്ഷേ ഈ ആര്യാടൻ ഷൗക്കത്ത് ഒരു കാരണവശാലും മത്സരിക്കാൻ സാധ്യതയില്ലാത്തൊരു സ്ഥലമാണ് കരുനാഗപ്പള്ളി കുന്നത്തൂർ. അപ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓട്ടം ലഭിക്കാനില്ല. അപ്പോൾ അദ്ദേഹത്തിനുള്ളിൽ മനുഷ്യസ്നേഹിയാണ് ഇത് സ്കൂട്ടർ ആ പയ്യന് കൊടുക്കാൻ കഴിഞ്ഞു. നേരത്തെ പഴക്കച്ചവടക്കാരൻ പറഞ്ഞതുപോലെ തൊട്ടപ്പുറത്ത് കാണുന്ന നമ്മുടെ ആര്യാടൻ ഹൗസ്, ഈ നിലമ്പൂരിലെ ജനതയെ നെഞ്ചിലേറ്റിയ ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. ആ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിലെ ജനത നെഞ്ചിലേറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ആര്യടൻ മുഹമ്മദ് ഉണ്ടാക്കി വെച്ചൊരു ലെഗസി ഉണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ എന്നുള്ള നിലയിൽ മാത്രം നിൽക്കാതെ ഇപ്പോൾ പറയുന്ന പോലെ ഒരു സാമൂഹ്യ സ്നേഹി. എല്ലാവരും പറയുന്നത് ഇപ്പോൾ മറ്റ് 2 ആളുകളെയും ഒരു പ്രശ്നം വന്നാൽ എവിടെയാണ് പോയി കാണേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. പക്ഷേ ബാപ്പുട്ടിക്കയുടെ കാര്യത്തിൽ അങ്ങനെയല്ല, ഞങ്ങൾക്ക് കൃത്യമായി അറിയാം. അപ്പോൾ അങ്ങോട്ട് ചെല്ലാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം ഇവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റി അല്ലേ? തീർച്ചയായിട്ടും. കാരണം ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെന്നതിനേക്കാൾ ഉപരിയായിട്ട് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാൾ ഈ രാഷ്ട്രീയത്തിൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, ചാരിറ്റി പ്രവർത്തനത്തിലൂടെയും രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെയും ഒക്കെ. പക്ഷേ ബാപ്പുട്ടി എന്ന പേര് തന്നെ നിങ്ങൾ പറഞ്ഞില്ലേ, ബാപ്പുട്ടി എന്ന് പറയുന്ന നിലമ്പൂരിലെ പ്രായഭേദ്യമന്യേ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് ബാപ്പുട്ടിക്കാന്നാണ്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഗ്രൗണ്ട് അന്നും ഇന്നും നിലമ്പൂരിലെ ഗ്രൗണ്ട് ആര്യാടൻ ഷൗക്കത്തിനൊപ്പമാണ്. ആര്യാടൻ ഷൗക്കത്ത് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും. മറ്റ് 2 ഘടകങ്ങൾ കൂടി ഈ ഒരു ഇലക്ഷനുണ്ട്. കാരണം M സ്വരാജ് എന്ന് പറയുന്നൊരു ഘടകം, PV അൻവർ എന്ന് പറയുന്നൊരു ഘടകം. ഈ 2 ഘടകങ്ങളും ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിയാവും എന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം സ്വരാജ് തൃപ്പൂണിത്തുറ മത്സരിക്കാൻ ചെന്നപ്പോൾ പറഞ്ഞത് ഞാൻ എറണാകുളംകാരനാണ്. ഇപ്പോൾ ഇവിടെ മത്സരിക്കാൻ വരുമ്പോൾ പറയുന്നു ഞാനിവിടെ പോത്തുകൽ സ്വദേശിയാണ്. നാളെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ പറയും അവിടുത്തെയാണെന്ന്. അതുകൊണ്ട് സ്വരാജിനൊന്നും ഇവിടെ യാതൊരുവിധ ഗ്രൗണ്ട് റിയാലിറ്റിയും പിന്തുണയുമില്ല. പിന്നെ അൻവർ CPM കൂടെ ചേർന്ന് മത്സരിച്ചതിന് ശേഷം MLA ആയതിനു ശേഷം ഈ കാട്ടാന ആക്രമണം അടക്കമുള്ള ഇവിടുത്തെ മലയോര കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ. 9 വർഷക്കാലത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഇത് നേരിട്ടിട്ടുണ്ട്. ഒരുപാട് ആളുകൾ മൃഗങ്ങളെ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. അന്നും മിണ്ടാതെ പിണറായി വിജയനുമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായ പിണക്കത്തിൻ്റെ പേരിലാണ് വന്ന് ഇത് വിളിച്ചു പറയുന്നത്. അൻവറിന് യാതൊരു പിന്തുണയില്ല. കാരണം ഇവിടുത്തെ ഓരോ ആളുകളെ കാണാൻ പോകുമ്പോഴും വീടുകൾ കയറുമ്പോഴും അൻവറിൻ്റെ പേര് പോലും അവർ പറയുന്നില്ല. അവർക്ക് പറയാനൊരു പേരേ ഉള്ളൂ, അത് ആര്യാടൻ ഷൗക്കത്താണ്. അൻവർ കൈയൊഴിഞ്ഞ മണ്ഡലം എന്ന് നിലമ്പൂരിനെ പറയാൻ സാധിക്കുമോ? തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം അൻവർ ഏതെങ്കിലും ഒരാളോടുള്ള വ്യക്തിവിരോധം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മുന്നണിയോട് വിരോധമുണ്ടെങ്കിൽ അൻവർ ആ സംവിധാനത്തിൽ നിന്ന് പോരാടുന്നതിന് പകരമായിട്ട് നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവരാനും അത് കൈയൊഴിഞ്ഞിട്ട് ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ ആ തരത്തിൽ തീർച്ചയായിട്ടും അത് അർഹതയുള്ള കരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള ഒരു രാജിയായിരുന്നു എന്നാണ് ഞങ്ങൾ കാണുന്നത്. ഇതൊരു നിയോഗമായിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും നിയോഗമാണ്. ആര്യാടൻ ഷൗക്കത്തിനെ പോലൊരു മനുഷ്യസ്നേഹി നിയമസഭയിൽ എത്താനുള്ള നിയോഗമായിട്ട് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. UDF 100 സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്നുള്ളതിന് ഏറ്റവും വലിയ സൂചനയാണ് ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ്. അതോടൊപ്പം അതിന് മുമ്പുള്ള ബൈ ഇലക്ഷൻ എല്ലാം അതാണ് നമ്മൾ കണ്ടുവരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ ഭരണത്തിനുള്ള വിരുദ്ധത
നമ്മൾ കേരളത്തിൽ മുഴുവനും ചർച്ചയാണ്. മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ഓരോ മേഖല, ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികളുടെ അവസ്ഥ, അവരുടെ സമ്മാനഘടനയെ പോലും അട്ടിമറിച്ചു ഗവൺമെൻറ്. അട്ടിമറിച്ചെന്ന് പറയണം അത്. അതുപോലെ തന്നെ ഈ അവരുടെ പ്രൈസ് വിൽക്കുന്നതിന് അവർക്ക് കമ്മീഷൻ കുറച്ചിരിക്കുന്നു. അതുപോലെ അവരുടെ ക്ഷേമനിധിയുടെ അവരുടെ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കാതെ, വിദ്യാഭ്യാസം അടക്കമുള്ള ക്ഷേമനിധിയിലേക്കൊക്കെ അവർ കൊടുക്കാൻ പറ്റും. അവരുടെ അംശാദായം അടച്ചിട്ട് അത് മുഴുവനും വാങ്ങിച്ചിട്ട് ഗവൺമെൻറ് കബളിപ്പിക്കുക. അവരുടെ ബോണസ് അടക്കമുള്ളത് തടഞ്ഞു വെച്ചുകൊണ്ട് സർക്കാർ അതിന് വില പറയുക. അതെല്ലാം ധനകാര്യ വകുപ്പിൻ്റെ കെടുകാര്യസ്ഥതയാണ്. ലോട്ടറി മാഫിയകളെ വളർത്താൻ വേണ്ടിയിട്ട്, കുത്തക മുതലാളിമാരെ അവരെയൊക്കെ നേരിടാൻ വേണ്ടിയിട്ട്, അല്ലെ അവരെ സഹായിക്കുന്ന ആ ഒരു സമീപനം, അന്യ സംസ്ഥാനത്ത് ലോട്ടറിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതുകൊണ്ടാണ് ഇവിടുത്തെ കേരളത്തിലെ ലോട്ടറി മേഖലയെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നത്. അത് ഈ ഇലക്ഷന് മുന്നോടിയായിട്ട് ഇപ്പോൾ അധികം നാളുകളില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ലോട്ടറി മേഖലയിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി സർക്കാർ സൃഷ്ടിച്ചതിനെ പലതരത്തിലാണ് ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഇലക്ഷന് ഫണ്ട് സ്വരൂപിക്കാനാണെന്ന് വരെ പറയുന്ന പ്രതികരണങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. ജനങ്ങളെല്ലാം, അതായത് മൊത്തത്തിൽ പറയുമ്പോൾ ഒരു 5 ലക്ഷത്തോളം ആളുകളുണ്ട് ഈ ലോട്ടറിക്ക് വിൽപ്പനക്കാരും അല്ലാതെയൊക്കെ കൂട്ടിയിട്ട്. ഇത്രയും വരുന്ന ആളുകളെ പ്രതിസന്ധിയിലാക്കുന്ന ഈ സർക്കാരിൻ്റെ ഈ സമീപനം എന്ത് ലാഘവത്തോടെയാണ്? അതുകൊണ്ട് തന്നെ പറഞ്ഞത്, ലോട്ടറി മേഖലയിൽ പണിയെടുക്കുന്നവരെ നമുക്കൊന്ന് പരിശോധിക്കാം. അവരെല്ലാം കൈകാലുകൾ നഷ്ടപ്പെട്ടവരും അന്ധന്മാരായവരും, അതുപോലെ സ്വയമായിട്ട് ഒരു ജോലിയും ചെയ്യാൻ മേലാത്ത, നിത്യവൃത്തിക്ക് ഒരു സംവിധാനം ഇല്ലാത്തവരാണ് അവരെല്ലാം ഈ തൊഴിലാളികൾ. അത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് 5 ലക്ഷത്തോളം തൊഴിലാളികളോളം ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുണ്ട്. എല്ലാം വീൽ ചെയറിലും അതുപോലെ മറ്റു മേഖലയൊക്കെ വിഷമമുള്ളവരാണ്. പക്ഷേ അവർക്കെന്ന സർക്കാർ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ വലിയ പാക്കേജായിരുന്നു അന്ന് ഈ ലോട്ടറി മേഖലയിലെ തൊഴിലാളികൾക്കുണ്ടായിരുന്നത്. ഏതാണ്ട് 100 ലോട്ടറി ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ 1000 രൂപയോളം അവർക്ക് അതിൻ്റെ ലാഭവിഹിതം കിട്ടുമായിരുന്നു. ഇന്ന് ലോട്ടറി വിറ്റാൽ ഒന്നും കിട്ടാത്ത അവസ്ഥയാണ്. അതായത് ലോട്ടറി സത്യത്തിൽ ഈ കോട്ടയത്ത് അടിച്ച ലോട്ടറി അല്ലെങ്കിൽ ചിലപ്പോൾ അത് പാലക്കാട് ആ നമ്പറിലുണ്ടാവും, അല്ലെങ്കിൽ 14 ജില്ലയിലും 2-3 ജില്ലയിലൊക്കെ ഈ ലോട്ടറി തന്നെ ഇരട്ടിപ്പ് ലോട്ടറി അടിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു സംവിധാനം. അത് പിടിച്ചു പറിക്കുന്ന, സർക്കാർ ജനങ്ങളെ പിടിച്ചു പറിക്കുന്ന ഒരു സംവിധാനമായിട്ട് ലോട്ടറിയെ മാറ്റിയിരിക്കുക. അതെല്ലാം ഇലക്ഷൻ്റെ ഫണ്ട് സ്വരൂപിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ലോട്ടറി വിറ്റ് ഈ പൈസ ഇതിലേക്ക് സമാഹരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പണിയാണ്. അത് ഈ ലോട്ടറിയുടെ പാവപ്പെട്ട തൊഴിലാളികളുടെ വയറ്റത്തടിക്കുന്ന സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. ഈ പറയപ്പെടുന്ന കാരുണ്യ ഭാഗ്യക്കുറി എന്ന് പറയുന്നത് ഒരു കാരുണ്യവും ഇല്ലാത്ത നഷ്ടക്കുറിയായി മാറുന്നുണ്ടോ? കാരുണ്യ എന്ന പദ്ധതി ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കൊണ്ടുവന്ന പദ്ധതിയാണ്. ബൃഹത്തായ ഒരു പദ്ധതിയായിരുന്നു. അതായത് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റ്, അതുപോലെ ബൈപ്പാസ് ഓപ്പറേഷൻ പോലുള്ള വലിയ ഓപ്പറേഷന് വേണ്ടിയിട്ട്, അല്ലെ രോഗികൾക്കൊരു കൈസഹായമായിരുന്നു അന്ന് കാരുണ്യ പദ്ധതി. അത് എല്ലാ ജനങ്ങളും ലോട്ടറി ചോദിച്ചു വാങ്ങുമായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കാരുണ്യ ലോട്ടറി തരാൻ പറയും. അതിൻ്റെ വിറ്റ് വരുന്ന പൈസ പകുതി 3/4% ഈ പാവപ്പെട്ട രോഗികൾക്കാണത് കൊടുക്കുന്നത്. കാരുണ്യ പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തി അവിടെ ചെന്ന് ആ ഓപ്പറേഷന് വേണ്ട ബൈപ്പാസ് അടക്കമുള്ള ഓപ്പറേഷൻ 2 ലക്ഷം രൂപയോളം അത് കാരുണ്യയിൽ നിന്ന് മാറ്റിയിട്ടിട്ട് ഈ പാവപ്പെട്ട ജനങ്ങളെ, സാധാരണക്കാരായ രോഗികളെ പുതിയൊരു ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തുന്ന വലിയ പദ്ധതി, അവർക്ക് വീട്ടിൽ പോകുമ്പോൾ അവരുടെ വണ്ടിക്കൂലി വരും കൊടുത്തുവിടുന്ന വലിയ പദ്ധതി ഈ ഗവൺമെൻറ് ഒന്നേ അട്ടിമറിച്ച് കളഞ്ഞു. അത് കാരുണ്യ, ഈ ലോട്ടറിയുടെ ഏറ്റവും വിശ്വാസമുള്ള ആ പദ്ധതി എടുത്തു കളഞ്ഞതും ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്താണ്. അങ്ങനെ ഒന്നല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ജനങ്ങളെ ഉപദ്രവിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഈ സർക്കാർ ചെയ്തിട്ടുള്ളൂ. ഈ ലോട്ടറിയിലൊക്കെ ഒരു സാരമായ മാറ്റം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? 100% ലോട്ടറി തൊഴിലാളികളുടെ കണ്ണീരൊപ്പുന്ന വലിയ പദ്ധതികൾ UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടാകുമെന്ന് തീർച്ചയാണ്. കാരണം അവർ ആരോട് ഇത് പറയുന്നുള്ള ഒരു സങ്കടക്കടലിലാണ്. ഞങ്ങൾ ഓരോരുത്തരടുത്ത് പോകുമ്പോൾ പലരും ജോലി നിർത്തി ഇങ്ങനെ തുടരുവാണെങ്കിൽ അവർക്ക് നിക്കക്കളിയാത്ത അവസ്ഥയാണ്. ലോൺ എടുത്തും മറ്റുമൊക്കെ അവർ മൊത്തത്തിൽ ദാരിദ്ര്യത്തിലാണ്. അപ്പോൾ UDF ഗവൺമെൻറ് 2026 അധികാരത്തിൽ വന്നാൽ ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുമെന്ന് വിശ്വസിക്കാൻ അവർക്ക് സാധിക്കുമോ? 100 വട്ടം വിശ്വസിക്കാൻ പറ്റും. അതായത് UDF ഗവൺമെൻറ് വരുമ്പോൾ ശാശ്വതമായ എല്ലാ പരിഹാരത്തിനും അത് ഗവൺമെൻറ് മുന്നോട്ട് വരും. പ്രത്യേകിച്ച് ലോട്ടറി മേഖല സത്യത്തിൽ CPM സംഘടനയിൽപ്പെട്ട ലോട്ടറി തൊഴിലാളികൾക്കും ഏറ്റവും സന്തോഷം. അവരാണ് ഏറ്റവും വലയുന്നത്. അവരെ പറഞ്ഞ് കബളിപ്പിച്ച് ആ സംഘടനയ്ക്കകത്ത് അവർ പ്രവർത്തിച്ച് അവർ പോലും ലോട്ടറി മേഖലയെ വിട്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അവരൊക്കെ പല പേഴ്സണലായിട്ട് ഞങ്ങളോടൊക്കെ പറയാറുണ്ട്, നിങ്ങൾ സമരം ചെയ്ത് ഈ ഗവൺമെൻറ് കണ്ണു തുറപ്പിക്കുവാനുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അവരുടെ യൂണിയനിൽപ്പെട്ട CIT തൊഴിലാളികൾ പോലും പറയുന്ന ഒരു
സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും UDF അധികാരത്തിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ലോട്ടറി മേഖലയും അതോടൊപ്പമുള്ള മറ്റ് മെഡിക്കൽ കോളേജിലുള്ള 10 പൈസയുടെ മരുന്നില്ല, പാവപ്പെട്ട രോഗികൾ വലയുന്നു, രോഗികളെല്ലാം വിഷമഘട്ടത്തിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ആരോഗ്യ മേഖല തകർന്നിരിക്കുന്നു, തൊഴിൽ മേഖല തകർന്നിരിക്കുന്നു, വിദ്യാഭ്യാസ മേഖല തകർന്ന് തരിപ്പണമായി. നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്ത കണ്ടു, നമ്മുടെ സ്കൂൾ തുറന്നപ്പോൾ കുട്ടികൾക്ക് യൂണിഫോം കിട്ടാതെ ടീച്ചർമാർ യൂണിഫോം കാത്തിരിക്കുന്ന ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടു. ഇതാണ് മന്ത്രി ശിവൻകുട്ടിയുടെയൊക്കെ വകുപ്പിനകത്ത് ആരോഗ്യ വകുപ്പും അതുപോലെ വിദ്യാഭ്യാസ മേഖലയും നമ്മുടെ വ്യവസായ മേഖലയും എല്ലാം തകർത്ത് ഈ ഗവൺമെൻറ് സ്വയം ജനങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന സാഹചര്യമാണ്. അതെല്ലാ തെരഞ്ഞെടുപ്പിലും വിലയിരുത്തും. പ്രത്യേകിച്ച് നമ്മൾ ഇവിടുന്ന് ആര്യാടൻ ഷൗക്കത്ത് വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമ്പോൾ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ്, ത്രിതല പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തിലെ മത്സരങ്ങളിലൊക്കെ ഇവിടുന്ന് തുടക്കം കുറിച്ചാൽ ഇവിടുന്ന് പൊട്ടിക്കുന്ന മാലപ്പടക്കം ഇത് 140 നിയോജക മണ്ഡലത്തിലും ആഞ്ഞടിച്ച് വൻ ശക്തിയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF അധികാരത്തിൽ വരുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ജനങ്ങൾ അതിന് തയ്യാറാണ്. ആ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും ജനങ്ങളില്ല. ജനങ്ങൾ ഇത് മുഴുവനും വിലയിരുത്തി, ഇത് മുഴുവനും പഠിച്ച് ജനങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോൾ സമരം ചെയ്യുന്ന നമ്മുടെ ആശാ വർക്കർമാരടക്കമുള്ളവർ, അവരുമൊക്കെ വിഷമഘട്ടത്തിലാണ്. അവരുടെ പ്രശ്നം പോലും പരിഹരിക്കാൻ നോക്കുകുത്തിയായിട്ടിരിക്കുന്ന ഗവൺമെൻറ്റും അഹങ്കാരം പിടിച്ച ഒരു ആരോഗ്യവകുപ്പ് മന്ത്രിയുമൊക്കെ ഈ നാട് ഭരിക്കുമ്പോൾ ജനങ്ങളെല്ലാം ഇത് കണ്ട് വിലയിരുത്തി തീർച്ചയായിട്ടും പുതിയൊരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുത്ത് കേരളത്തിൻ്റെ നിയമസഭയുടെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലേക്ക് കൈ പിടിച്ചവരെ സത്യപ്രതിജ്ഞ കൊണ്ടുപോകുന്ന ജനങ്ങളായിട്ട് ഇവിടെ ജനങ്ങൾ ഒരു പറ്റം കാത്തിരിക്കുന്നു എന്നുള്ളത് സത്യമാണ്. കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ കോട്ടയത്തെ ഒരു ബന്ധപ്പെട്ട ഒരു അധികാരി എന്നുള്ള നിലയിൽ കോട്ടയത്തിൻ്റെ ഒരു സ്ഥിതിവിശേഷം എന്തായിരിക്കും 2026? കാരണം കോട്ടയത്ത് കഴിഞ്ഞ തവണ ഇടതുപക്ഷ മുന്നണിയാണ് ഘടകകക്ഷികളായിട്ട് ചേർന്ന് ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. ആ ഒരവസ്ഥയിലും സാരമായ മാറ്റം വരുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? UDF കോട്ടയത്ത് അതിശക്തമായ ഒരു ശക്തി കേന്ദ്രമാണ് UDF. നിങ്ങൾക്കെല്ലാം അറിയാം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥലമാണ് കോട്ടയം. അക്ഷര നഗരി എന്നാണ് ആ കോട്ടയത്തിൻ്റെ പേര് തന്നെ. അവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ നമ്മുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതുപോലെ തന്നെ നമ്മുടെ UDF നേതൃത്വമൊക്കെ അവിടെ വളരെ ശക്തമായിട്ട് ഇപ്രാവശ്യം അവിടുത്തെ മുഴുവൻ സീറ്റും UDFൻ്റെ കൈകളിൽ വന്ന് ചേരുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൽ തെളിവാണ് നമ്മുടെ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയായിട്ട് UDF നേതൃത്വം കൊടുത്തുകൊണ്ട് ഫ്രാൻസിസ് ജോർജ്, അവിടുത്തെ MP, കോൺഗ്രസ് എവിടെ ആരോടൊപ്പം നിൽക്കുന്നു, അല്ലെ കോൺഗ്രസിനോടൊപ്പം ആര് നിൽക്കുന്നു, അതാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് ചാഴിക്കാടൻ എന്ന് പറയുന്ന നമ്മുടെ നേതൃത്വത്തെ അവിടെ UDFന് പിന്തുണച്ച MP എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ ആ മത്സരിച്ച നേർക്ക് നേർ വന്നപ്പോൾ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകൾക്ക് കോൺഗ്രസും UDFും നേതൃത്വം കൊടുത്തുകൊണ്ട് അവിടെ വൻപിച്ച വിജയം കരസ്ഥമാക്കുവാൻ സാധിച്ചത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സൂചനയാണ്. അതുപോലെ ജനങ്ങളുടെ വിലയിരുത്താണ്. പ്രത്യേകിച്ച് കോട്ടയം ജില്ല കോൺഗ്രസിനോടൊപ്പമാണ്, UDFിനോടൊപ്പമാണുള്ള ഏറ്റവും വലിയ തെളിവാണ് ആ സന്ദേശം. ഓക്കെ, അപ്പോൾ ലോട്ടറി വ്യവസായത്തിലെ പ്രതിസന്ധി പോലുള്ള എല്ലാ കാര്യങ്ങളും കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട്. അതിനോടുള്ള മാറ്റങ്ങൾക്ക് വേണ്ടി കോൺഗ്രസ് ഇനി നിയമസഭ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞൊരു മറുപടി കൊടുക്കും തന്നെയാണ് ഉറച്ചു പറയുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് തന്നെ കർഷകരോടുള്ള അവഗണന, കർഷകരോടുള്ള അവഗണന നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. നെല്ല് പോലും എടുക്കാതെ മില്ലുടമകളുമായിട്ട് അവർ ചങ്ങാത്തം കൂടിക്കൊണ്ട് നെല്ലെടുക്കാതെ താമസിപ്പിച്ച് മഴ പെയ്യുമ്പോൾ നെല്ല് കിളുത്ത് കഴിയുമ്പോൾ വില കുറയ്ക്കുന്ന തരം താഴുന്ന പണി ഗവൺമെൻറ്റുമായിട്ട് കൂട്ടുകെട്ടിക്കൊണ്ട് പാവപ്പെട്ട കർഷകർ, ഈ രാജ്യത്തിൻ്റെ ഈ നാടിൻ്റെ നട്ടെല്ലാണ് അവരെ പോലും അവഗണിച്ചുകൊണ്ട് അവർക്ക് ഇപ്പോഴും ബില്ല് മാറിക്കൊടുക്കാതെ അവരെടുത്ത നെല്ലിൻ്റെ പൈസ കൊടുക്കാതെ അവരും വലിയ പ്രതിസന്ധിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സമസ്ത മേഖലകളും എല്ലാ മേഖലകളും അത് പരാജയത്തിലാണ്. അതിനെല്ലാം മറുപടി ഗവൺമെൻറ് മറേണ്ടവരും സർക്കാർ അതിൻ്റെ എല്ലാം വലിയ വില കൊടുക്കേണ്ടവരും. ഞാൻ പറഞ്ഞല്ലോ, വരുന്ന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെയെല്ലാം കേരളത്തിൽ ജനങ്ങൾ വിലയിരുന്നത് പ്രതിപക്ഷത്ത് പോലും ഈ പാർട്ടിയെ ഇല്ലാത്ത രീതിയിലേക്ക് വരുന്ന സാഹചര്യം ഉണ്ടാകും. ഈ ഗവൺമെൻറ്റും ഈ ഇടതുപക്ഷവും ഈ സംസ്ഥാനത്ത് കൂപ്പ് കുത്തുമെന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല. അവർക്ക് പ്രതിപക്ഷത്തിരിക്കാൻ പോലും ഒരംഗത്തെ പോലും കിട്ടാത്ത സാഹചര്യമാണ് ജനങ്ങൾ കാത്തിരിക്കുന്നത്. അത്രയും ദുർഘടം പിടിച്ച അത്രയും വിഷമഘട്ടങ്ങൾ പാവങ്ങൾക്ക്, സാധാരണക്കാർക്ക്, തൊഴിലാളികൾക്ക് അവർക്കൊക്കെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ ഗവൺമെൻറ് വന്ന് നിൽക്കുന്നു. അതിനൊരു വലിയ വിലയിരുത്തൽ ഉണ്ടാകുമെന്ന കാര്യം തർക്കമൊന്നുമില്ല. പ്രത്യേകിച്ച് കോട്ടയമടക്കം 14 ജില്ലകളും ഈ കേരളത്തിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും പ്രബുദ്ധരായ വോട്ടർമാരുമാണ്. അവർ തീർച്ചയായിട്ടും പ്രത്യേകിച്ച് അതിന് മറുപടി പറയുമെന്ന് തർക്കമൊന്നുമില്ല. ഇദ്ദേഹം പറയുന്നത് പോലെ ലോട്ടറി വ്യവസായത്തിലടക്കമുള്ള പ്രതിസന്ധികളെ, സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ
UDF കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതിനൊരു മറുപടി ഉറപ്പായും 2026 കൂടി അവർ നൽകുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്. ജനങ്ങളടക്കം കാത്തിരിക്കുകയാണ്. നിലവിൽ പിണറായി വിരുദ്ധ വികാരം ശക്തമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിക്കുകയാണ്. ജനങ്ങളെല്ലാവരും തന്നെ കാത്തിരിക്കുകയാണ് ഈ പറയുന്ന പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ. കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളുടെ ഈ പറയുന്ന എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒരു അറുതി വരുത്തുമെന്ന് തന്നെയുള്ള ആത്മവിശ്വാസമാണ് ഇവരും പങ്കുവെക്കുന്നത്. എല്ലാ വിഷയങ്ങളിലും എല്ലാ പ്രശ്നങ്ങളിലും ഇവർ ഇടപെടലുകളും മറ്റും നടത്തുന്നുണ്ട്. കൃത്യമായ വിലയിരുത്തലോടുകൂടി തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. ജനങ്ങളാണ് ഇനി തീരുമാനിക്കേണ്ടത് എന്താണ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ.